സഹോദരിമാർക്ക് ഒരു ചില വചനങ്ങളെ ഞാൻ കാണിക്കാൻ വിരുമ്പുகிறேன். സഹോദരിമാർക്ക് ചില വാക്യങ്ങൾ ഞാൻ അവരെ കാണിക്കട്ടെ. Hebrews chapter 13. എബ്രായ ലേഖനം 13-ാം അധ്യായം. பொதுவா இந்த வசனத்தை நாம் நம்மளுடைய ലീഡേഴ്സ്ക്കാகவே இந்த വേഴ്സ് നാം വാസിച്ചിറோம். സാധാരണ നാം നേതാക്കന്മാർക്കായിട്ടാണ് ഈ ഒരു വാക്യം വായിക്കാറുള്ളത്. വേഴ്സ് 17 ഇവിടെ വാസിக்கிறோம். 17-ാമത്തെ വാക്യം. Hebrews chapter 13 verse 17. എബ്രായ ലേഖനം இந்த verse 13-ാം അധ്യായം 17-ാം വാക്യം. അതിൽ നാം ഇരിക്കുന്നത് മുതൽ വാസിച്ചിറோம். First as it is, let us read. ഇതിലുള്ള ഈ വാക്യം അത് ഉള്ളതുപോലെ ഞാൻ ആദ്യം വായിക്കട്ടെ. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവീൻ. അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. ஓகே, இந்த வேர்ஸ் உங்களை நடத்துகிறவர்கள் அப்படிங்கிற இடத்துல உங்களுடைய புருஷர்கள் தான் உங்களை நடத்துகிறவர்கள். ഇവിടെ നിങ്ങളെ നടത്തുന്നവർ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ ഭർത്താക്കന്മാരാണ്, നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങളെ നടത്തുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെ കാണുക. ഉങ്ങളുടെ ലീഡർ, ഉങ്ങളുടെ ഇമ്മീഡിയറ്റ് ലീഡർ உங்களுக்கு யார் அப்படின்னா உங்களுடைய ஹஸ்பண்ட் தான். നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ നേതാവ്, നിങ്ങളെ നടത്തുന്നവൻ എന്നുള്ളത് നിങ്ങളുടെ ഭർത്താവാണ്. യെസ്, കോണ്ടെക്സ്റ്റില് ഉങ്ങളെ ലീഡേഴ്സ് சொல்றது ചർച്ചിനുடைய എൽഡേഴ്സാ இருக்கட்டும். അതിന്റെ ആ പശ്ചാത്തലം അത് സഭയിലുള്ള മൂപ്പന്മാർ ആയിരിക്കോട്ടെ. ஆனால் நீ இந்த வேர்ஸ் எப்படி நீங்க எடுக்கணும், பர்சனலா உங்களுடைய ஹஸ்பண்ட் வச்சு நீங்க எடுக்கணும். എന്നാൽ ഈ വാക്യം വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ഭർത്താവ് എന്ന രീതിയിൽ നിങ്ങൾ ഈ വാക്യത്തെ കാണുക. യെസ്, ഉങ്ങളെ നടത്തുகிற പുരുഷர்கள் அப்படின்னு വാസിച്ചാൽ நல்லா இருக்கும். നിങ്ങൾ ഈ വാക്യം വായിക്കുമ്പോൾ നിങ്ങളെ നടത്തുന്ന ഭർത്താവിനെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ എന്ന് വായിക്കുക. അവർ ദുഃഖത്തോട് അല്ല, ഇവിടെ പറയുന്നത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, അവർ സന്തോഷത്തോടെ അത് ചെയ്യുമ്പടിക്ക് അവർക്ക് കീഴ്പ്പെടിந்து അടങ്ങുങ്ങൾ. സന്തോഷത്തോടെ ചെയ്യുവാൻ അവർക്ക് ഇടവരുത്തുവിൻ, അതിനായിട്ട് നിങ്ങൾ അവർക്ക് കീഴ്പ്പെട്ട് ഇരിക്കുക. ദുഃഖത്തോടെ அப்படி செய்தால் அது உங்களுக்கு பிரயோஜனமா இருக்க மாட்டாது. അത് ദുഃഖത്തോടെയാണ് അത് ചെയ്യുന്നു, ഞരങ്ങിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് പ്രയോജനം വരികയില്ല. நீங்க உங்களுடைய சொந்த புருஷன்மார்களுக்கு கீழ்ப்படிந்து நீங்க அடங்குவது அப்படிங்கிறது உங்களுடைய புருஷர்களுக்கு அது துக்கமா இருக்கக்கூடாது. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ കീഴടങ്ങി ഇരിക്കാതെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥ നിങ്ങളുടെ ഭർത്താവിന് ഒരു ദുഃഖം ഉണ്ടാക്കരുത്. அப்படின்னா உங்களுக்கு அது பிரயோஜனம் இல்ல. നിങ്ങൾ കീഴടങ്ങിയിരിക്കുന്നതും ഒരു അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടാണെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല. അത് உங்களுக்கு பிரயோஜனமா இருக்காது. അത് നിങ്ങൾക്ക് പ്രയോജനമില്ല കാര്യമല്ല. உங்களுக்கு பிரயோஜனம் உண்டாகணும், ப்ராஃபிட்டபிளா இருக்கணும் அப்படின்னா உங்களை குறித்து உங்களுடைய புருஷர்கள் என்ன செய்யக்கூடாது அப்படின்னா துக்கப்படக்கூடாது. നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ഭർത്താവിന് ഒരു ദുഃഖത്തോടെ ഞരങ്ങക്കൊണ്ടല്ല നിങ്ങളെ കുറിച്ച് ഭർത്താവ് ചിന്തിക്കേണ്ടത്. என் ஒய்ஃப் என்கிட்ட ஒரு சப்மிசிவ் ஸ்பிரிட் என் ஒய்ஃப்ட்ட இல்ல அப்படின்னு சொல்லிட்டு மனைவி குறித்து புருஷன் துக்கிக்க கூடாது. എന്റെ ഭാര്യയ്ക്ക് ഒരു കീഴ്പ്പെടുന്ന മനോഭാവം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഈ ഭർത്താവിന് ഭാര്യയെ കുറിച്ചുള്ള ഒരു ഞരക്കം, ഒരു ദുഃഖം ഉണ്ടാകുവാൻ ഇടവരുത്തരുത്. சில சகோதரர்கள் என்னிடத்துல பர்சனலா சில சகோதரர்கள்லாம் மூவ் பண்ணிருக்காங்க, பேசியிருக்காங்க. എന്റെ അടുത്ത് വന്ന ചില സഹോദരന്മാർ വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. என்னுடைய ஒய்ஃப் தான் குடும்பத்தை லீட் பண்றா பிரதர். தலைமை பொறுப்பு எடுக்கணுங்கிறதுல ரொம்ப தீவிரமா இருக்கா. എന്റെ കുടുംബത്തിന്റെ മുതൽ ഉത്തരവാദിത്വം എടുക്കാനായിട്ട് എന്റെ ഭാര്യയ്ക്ക് വളരെ താല്പര്യമാണ്. ഹെൽപ്പറാ இருக்க விரும்பல, ഒരു സഹായിയായിട്ട് ഇരിക്കാനായിട്ട് ഒട്ടും മനസ്സില്ല. அந்த ஹெட்ஷிப் எடுக்கிறதா விரும்புறாங்க. എപ്പോഴും തലയായിട്ട് ഇരിക്കാനാണ് താല്പര്യം. ഫോർ എക്സാമ്പിൾ, அதுக்கு என்ன ரீசன் நான் கேக்குறேன். അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അതിന്റെ കാരണം, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? இது நான் சொல்றது ஒரு கேஸ் கிடையாது, few occurrences. இதெல்லாம் ഞാൻ പറയുന്നത് ഒറ്റ ഒരു കാര്യം മാത്രമല്ല, പല പ്രാവശ്യം സംഭവിച്ച ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ചില സഹോദരങ്ങളുടെ കാര്യങ്ങൾ ഷെയർ பண்ணிட்டு ഞാൻ ചില സഹോദരന്മാർ എന്നോട് പങ്കുവെച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മனைவி கேக்குறா புருஷன்ட்ட, ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നു, உங்களுடைய பேரண்ட்ஸ்க்கு മാതാമാതமும் ഹെൽപ്പ് பண்ணிக்கிறீங்க, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മാസം തോറും പൈസ കൊടുക്കുന്നല്ലോ. അത് ശരി, ഓക്കെ, നിങ്ങൾ കൊടുത്തോളൂ. அதுக்கப்புறம் அவங்க டிக்கெட் புக் பண்ண சொல்றாங்க, அதுக்கு டிக்கெட் புக் பண்றீங்க. അത് കഴിഞ്ഞ് അവര് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറയുന്നു, ടിക്കറ്റും ബുക്ക് ചെയ്യുന്നു. അവരുടെ ട്രാവൽസ്ക്കെല്ലാം ടിക്കറ്റ് ബുക്ക് பண்ணிடுறீங்க. നിങ്ങൾ അവരുടെ ട്രാവൽ യാത്രയ്ക്കൊക്കെ ഉള്ള ടിക്കറ്റ് ഒക്കെ നിങ്ങൾ തന്നെയാണല്ലോ എടുക്കുന്നത്. അവരുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റ്ക്ക് അത് തനിയാ ചെലവ് பண்றீங்க. അവർക്ക് മെഡിക്കൽ ചെലവ് വരുമ്പോൾ അതും നിങ്ങൾ തന്നെയാണല്ലോ ചെലവ് ചെയ്യുന്നത്. அப்புறம் அவங்க வீட்டுக்கு ஏதாவது வர்றாங்கன்னா வீட்டுல உள்ளதெல்லாம் எடுத்துட்டு போயிடுறாங்க. അപ്പൊ വീട്ടിൽ വന്നാൽ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ അവര് എടുത്തുകൊണ്ട് പോകുന്നു. വരിസ சொல்றாரு பாருங்க,
അപ്പം ഇങ്ങനെ ഓരോ കണക്ക് പറഞ്ഞ് 1, 2, 3 എന്ന് പറഞ്ഞ് ഭാര്യ പറയുകയാണ്. ஒரு பக்கம் பணமும் மாசம் மாசம் கொடுத்துக்கிறீங்க, നിങ്ങൾ മാസം പണവും കൊടുക്കുന്നു, சைட்ல இப்படி எல்லாம் செலவு பண்றீங்க. അതിനോട് ചേർന്ന് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെലവും ആക്കുന്നു. நம்ம என்ன சொல்லுவோம்? എന്താണ് പറയുക? எவ்வளவு கால்குலேட்டிவா இருக்கக்கூடியவங்க, കാൽക്കുലേറ്റീവ് സിസ്റ്റേഴ്സ്. ഇത്രമാത്രം ഇങ്ങനെ കണക്ക് കൂട്ടി കൃത്യപ്പെടുത്തി ചെയ്യുന്ന ഒരു സഹോദരി. நான் எப்படி பிரதர், டாடி மம்மி ஏதோ ஒரு போறாங்க, ஊருக்கு போறாங்க வர்றாங்க, அவர்களுக்கு ஆன்லைன்ல புக் பண்ண தெரியாது, அதனால நான் ஆன்லைன்ல புக் பண்ணி தரேன். ഡാഡി മമ്മി അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യാനായിട്ട് അവർ പോകുന്നു, അവർക്ക് ഓൺലൈൻ ഒന്നും ബുക്ക് ചെയ്യാനായിട്ട് അറിയില്ല, ഞാൻ അത് ബുക്ക് ചെയ്ത് കൊടുക്കുന്നു. சரி, அதுக்காக நான் டிக்கெட் போடுறேன், അതിനായിട്ട് ഞാൻ ടിക്കറ്റ് എടുക്കുന്നു. அந்த பணத்தை திரும்ப கொடுங்கன்னா நான் டாடி மம்மிட்ட கேட்க முடியும்? ഞാൻ എന്റെ ഡാഡിയോടും മമ്മിയോടും ആ പൈസ എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞ് എനിക്ക് കേൾക്കാൻ പറ്റുമോ? ஒரு டாக்டர் அப்பாயின்மெண்ட்னா அதுக்கு பணத்தை நான் திரும்ப கேட்க முடியுமா? ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുക്കുന്നു, ആ പൈസ ഞാൻ തിരിച്ചു ചോദിക്കാൻ പറ്റുമോ? நான் அவர்களை ஹாஸ்பிட்டலுக்கு அழைச்சிட்டு போறேன், ஒரு சில தௌசண்ட் செலவாகுது, ഞാൻ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടു പോകുന്നു, ചില ആയിരങ്ങള് അവിടെ ചെലവാകുന്നു. மனைவி இதெல்லாம் கணக்கு கேட்கிறார். ഭാര്യ ഇതിന്റെയൊക്കെ കണക്ക് ചോദിക്കുകയാണ്. இப்படிப்பட்ட மனைவியை குறித்து நாம் என்ன சொல்லுவோம்? ഇങ്ങനെയുള്ള ഭാര്യമാരെ കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? புருஷர்களுக்கு அவர்கள் நோவாய் இருக்கிறார்கள், வேதனையாய் இருக்கிறார்கள். അങ്ങനെയുള്ള ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വേദന ഉണ്ടാക്കുന്നവരാണ്. இவர்களுக்கு என்ன உண்டாகாதுன்னா இந்த வசனத்தின்படி பிரயோஜனம் உண்டாகாது. ഇങ്ങനെയുള്ള ഭാര്യമാർ അവരുടെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരു ഈ ഞരങ്ങിക്കൊണ്ടാണ് ഭർത്താവ് ഈ കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഗുണമുണ്ടാവുകയില്ല, പ്രയോജനം ഉണ്ടാവുകയില്ല. சில சூழ்நிலைகள் அப்படி செலவினங்கள் வரலாம், ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ചെലവ് ഉണ്ടായേക്കാം. നാം അത് കർത്തരെ தான் നോക്കി பார்க்கணும். നാം ദൈവത്തെയാണ്, കർത്താവിനെയാണ് നാം നോക്കേണ്ടത്. அவருடைய சித்தம் இல்லாம நம்முடைய வாழ்க்கையில எது நடக்கிறது இல்லை. ദൈവത്തിന്റെ ഹിതമല്ലാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. அந்த இடத்துல எல்லாம் நம்ம புருஷனோடு கூட நம்ம என்ன செய்யக்கூடாதுன்னா எதிர்த்து நின்றுட்டு இருக்க கூடாது. ആ സമയത്തൊക്കെ നാം ഭർത്താവുമായിട്ട് ഈ രീതിയിലുള്ള ഒരു വാഗ്വാദത്തിനും വഴക്കിനും നാം പോകരുത്. സന്തോഷമായി അവർക്ക് നാം സന്തോഷമായി കീഴ്പടിந்து നാം അടങ്ങി നടക്കണം. സന്തോഷമായിട്ട് നാം അവർക്ക് കീഴ്പ്പെട്ട് അവർക്ക് വിധേയപ്പെട്ടിരിക്കണം. ഓക്കെ, the verse 13-17 நம்ம எடுத்துக்குவோம். அப்படி 13-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നമുക്ക് ഈ രീതിയിൽ നമുക്ക് അതിനെ എടുക്കാം. இதற்கு முன்னதாக உங்க லீடர்ஸ்க்காக நீங்க எடுத்திருந்திருப்பீங்க, இப்போ உங்களுடைய சொந்த புருஷர்களுக்காக இந்த வசனத்தை நீங்க எடுங்க. ഇതിനു മുമ്പ് നിങ്ങൾ ഈ വാക്യം നിങ്ങളുടെ സഭയിൽ ഏതെങ്കിലും നടത്തുന്ന മൂപ്പന്മാരെ ഓർത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങളുടെ സ്വന്തം ഭർത്താക്കന്മാരെ ഇവിടെ അവരെ ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ വാക്യത്തെ ചിന്തിക്കുക. உங்களுடைய கீழ்ப்படுதலை குறித்து உங்களுடைய புருஷன் சந்தோஷமா இருக்காரா துக்கமா இருக்கிறாரான்னு செக் பண்ணி, നിങ്ങളുടെ കീഴ്പ്പെടുന്ന നിങ്ങളുടെ വിധേയത്വത്തെ കുറിച്ച് നിങ്ങളുടെ ഭർത്താവിന് സന്തോഷമാണോ അതോ ഭർത്താവിന് ഒരു ഞരക്കവും ദുഃഖവുമാണോ എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, one more verse. ഞാൻ മറ്റൊരു വാക്യവും കൂടെ കാണിക്കാം. 1 Peter chapter 3. 1 പത്രോസ് 3-ാം അധ്യായം. ഇതും സഹോദരികൾക്ക് தான். 1 പത്രോസ് 3-ാം അധ്യായം ഇതും സഹോദരിമാർക്കാണ്. 7வது വസനത്തിൽ വാസിக்கிறோம். 1 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. இந்த வேர்ஸ்ல உங்கள் ஜெபங்களுக்கு தடை வராதபடிக்கு அப்படின்னு வாசிக்கிறோம். ഇവിടെ ഇതാ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് എന്ന് അവിടെ വായിക്കുന്നു. இந்த வேர்ஸ் நான் வாசிக்கும் பொழுது நாம எப்படி வாசிச்சிடுறோம் அப்படின்னா, இந்த வேர்ஸ் 7ல இருக்கிறதுனால പുരുഷர்களுக்குன்னு എടുത്തുകൊള്ളുறோம். നാം ഈ വാക്യം 7-ാമത്തെ വാക്യം അവിടെ നാം കാണുമ്പോൾ ഉടനെ അത് ഭർത്താക്കന്മാരെ എന്ന് പറയുന്നതുകൊണ്ട് ഭർത്താക്കന്മാർ ഈ വാക്യം അവർക്കായിട്ട് എടുക്കുന്നു. அது எப்படி அப்படின்னா, பீட்டர் அது எழுதும் பொழுது எப்படி எழுதியிருக்கிறார் அப்படின்னா, പത്രോസ് അത് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഒരു 6 വേഴ്സസ് முதல்ல யாருக்கு വൈഫുக்கு சொல்லிட்டார். ഇവിടെ ആദ്യത്തെ 6 വാക്യങ്ങൾ ഭാര്യമാർക്കായിട്ട് പത്രോസ് പറഞ്ഞു. ഒരു വേഴ്സ് 7th വേഴ്സ് പുരുഷனுக்கு சொல்லிட்டார். 7ാമത്തെ വാക്യം ഭർത്താവിന് വേണ്ടി പറഞ്ഞു. இப்போ உங்கள் ஜெபங்களுக்கு தடை வராதபடிக்குங்கிற வார்த்தை மேல உள்ள 2 பேருக்கு சேர்த்து உண்டானது. ഇത് മുകളിലുള്ള 2 കൂട്ടർക്കും ചേർത്താണ് ഈ 7ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്. മனைவிக்கு ഉണ്ട്, പുരുഷனுக்கு ഉണ്ട്. ഇത് ഭാര്യയ്ക്ക് മാത്രമല്ല, ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ട്. நான் மேல வாசிக்கிறோம். முதல்ல 6 வேர்சஸ் வாசிக்கிறோம். ആദ്യത്തെ 6 വാക്യങ്ങൾ നാം വായിക്കുന്നു. தங்களுடைய புருஷன்மார்களுக்கு நாம் கீழ்ப்படிந்து நாம் அலங்கரித்துக் கொள்வதால் நம் ஜெபம் கேட்கப்படும். നാം നമ്മുടെ ഭർത്താക്കന്മാർക്ക് നമ്മളെ തന്നെ കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കും. ഒരു ആപത്തുക്കും ഭയപ്പെടാതമൽ, അവിടെ ഒരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ എന്ന് സാറയെ കുറിച്ച് അവിടെ പറയുന്നു. പുരുഷനുക്ക് കീഴ്പ്പെടിതൽ, അത് ഭർത്താവിന്റെ കീഴ്പ്പെടുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ചില സൂழ்நிலைகளில் നാം ഒരു ആപത്തുക്ക് ഭയപ്പെടக்கூடாது. ചില സാഹചര്യങ്ങളിൽ നാം ഒരു കാര്യത്തിനും ഈ രീതിയിൽ ഒരു ഭീഷണിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഒബീഡിയൻസ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ്, നമുക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിലും അനുസരിക്കുക. നമ്മളുടെ ആത്മാവ് മരണത്തിൽ ഊത്തിനോ,
നമ്മുടെ പ്രാണനെ മരണത്തിനായിട്ട് ഒഴിച്ചു കൊടുക്കണം. Jesus poured out his soul unto death அப்படின்னு ஏசாயா 53ல வாசிக்கிறோம். യെശയ്യാവ് 53 അധ്യായത്തിൽ യേശു തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കി എന്ന് നാം അവിടെ വായിക്കുന്നു. சில இடங்களெல்லாம் without understanding, obedience without understanding. ചില സമയങ്ങളിൽ നമുക്ക് കാര്യങ്ങൾ വേണ്ടുവണ്ണം മനസ്സിലായില്ലെങ്കിലും നാം അനുസരിക്കുക. உதாரணத்துக்கு ஒரு காரியத்தை சொல்றேன். ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. ஒரு சகோதரியினிடத்தில் நான் பேசின வார்த்தை, ഞാൻ ഒരു சகோதரியினிடத்தில் ஃபேமிலிட்ட நான் பேசினேன். ഞാൻ ഒരു കുടുംബത്തിൽ ഒരു സഹോദരിയോട് സംസാരിച്ച വചനം, ஒரு ஹஸ்பண்ட் ஃபர்ஸ்ட் முதல்ல ஒரு ஃபேமிலி முதல்ல வந்து ஃபர்ஸ்ட் குழந்தை பிறந்து பெண் குழந்தை பிறந்தது. ഒരു കുടുംബത്തിൽ അവർക്ക് ആദ്യം ഒരു പെൺകുഞ്ഞുണ്ടായി. அந்த புருஷனுக்கு அவருக்கு வந்து அவர் ரட்சிக்கப்படாத புருஷன், അത് രക്ഷിക്കപ്പെടാത്ത ഒരു ഭർത്താവായിരുന്നു. மேல கூட இங்க வாசிக்கிறோம், അവിടെ மேல உங்களுடைய திருவசனத்துக்கு கீழ்ப்படியாத புருஷனா இருந்தால் அப்படின்னு അവിടെ പറയുന്നല്ലോ, വചനം അനുസരിക്കാത്ത ഭർത്താവിനെ കുറിച്ചാണ് ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഭർത്താവ്, புருஷன் ரட்சிக்கப்படல, അദ്ദേഹം രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി. இந்த சகோதரி சபைக்கு வந்துட்டு இருந்தாங்க. ഈ സഹോദരി സഭയ്ക്ക് മീറ്റിങ്ങിന് പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളാണ്. ஃபர்ஸ்ட் குழந்தை பெண் குழந்தை பிறந்தது. ആദ്യം ഉണ്ടായത് പെൺകുഞ്ഞാണ്. ஓகே, நார்மல் டெலிவரி. അത് സാധാരണ നോർമൽ ആയിട്ടുള്ള ഡെലിവറി. புருஷனுக்கு அதுல இஷ்டம் இல்ல, ഭർത്താവിന് അത് ഇഷ്ടപ്പെട്ടില്ല. அவர் என்னமோ புருஷன் மனைவி தயாரிக்கிற மாதிரி பையனை தான் எதிர்பார்த்தாரு. അദ്ദേഹം ഒരു ആൺകുഞ്ഞിനെയാണ് പ്രതീക്ഷിച്ചത്. ஆனா பெண் குழந்தை பிறந்தது. എന്നാൽ പിറന്നത് പെൺകുഞ്ഞാണ്. இப்ப அடுத்து ரெண்டாவது கற்பமா இருக்காரு. ഇപ്പോൾ രണ്ടാമതും ഭാര്യ ഗർഭിണിയായി. அவர் ரெண்டாவதும் பெண் குழந்தை பிறந்துருச்சு. രണ്ടാമതും പെൺകുഞ്ഞാണ് ഉണ്ടായത്. இப்போ அதுக்கு மேல எனக்கு ஃபெய்த் இல்ல, நான் வந்து ஃபேமிலி பிளானிங் பண்ணிக்கிறேன்னு சொல்றாங்க அவங்க. അപ്പൊ ഭാര്യ പറയുന്നു, എനിക്ക് ഇതിൽ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ആയിട്ട് അതിനുള്ള ഒരു വിശ്വാസം എനിക്കില്ല, നമുക്ക് ഫാമിലി പ്ലാനിങ് ചെയ്യാം എന്ന് പറയുന്നു. ஹஸ்பண்ட் சொல்றாரு, ഭർത്താവ് പറയുന്നു, நோ, மூணாவது குழந்தை பெற்றெடுக்கணுங்கிறார். അങ്ങനെയല്ല, മൂന്നാമത് നമുക്കൊരു കുഞ്ഞ് വേണം എന്ന് പറയുന്നു. அப்ப மனைவி கேக்குறாங்க, மூணாவது குழந்தை என்ன, பெண் குழந்தை பிறந்தா என்ன பண்ணுவீங்க? അപ്പൊ ഉടനെ ഭാര്യ ചോദിക്കുന്നു, മൂന്നാമതും പെൺകുഞ്ഞ് ആണെങ്കിലോ? நாலாவது குழந்தை, അങ്ങനെയാണെങ്കിൽ നാലാമത്തെ കുഞ്ഞ്. ഇവർ എന്നോ പെക്കറ മാതിരി, ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ ആണിനെയും പെണ്ണിനെയും ഉണ്ടാക്കുന്നത് പോലെ. there are some husbands, unreasonable husbands. ഇങ്ങനെയുള്ള യാതൊരു സാമാന്യ ബുദ്ധി ഇല്ലാത്ത ഭർത്താക്കന്മാർ. മனைவி தான சுமக்கிறவ, ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നതും അത് ചുമക്കുന്നതും ഭാര്യയല്ലേ? യെസ്, கொஞ்சம் கூட കൺസേൺ ഇല്ലാതെ മனைவி പുരുഷന്മാരെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒരു സാമാന്യ ബുദ്ധിയോ അല്ലെങ്കിൽ ഭാര്യയോടുള്ള ഒരു കരുതലോ ഇല്ലാത്ത ഭർത്താക്കന്മാർ. இந்த சூழ்நிலையில நாம என்ன செய்யலாம்? ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ചെയ്യുക? இப்ப 2 முடிஞ்சிருச்சு. இப்ப மூணாவதுக்கு அவங்க ஹஸ்பண்ட் வந்து நோ ஃபேமிலி பிளானிங், நெக்ஸ்ட் குழந்தை வேணுங்கிறார். ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഭർത്താവ് നിർബന്ധിക്കുന്നു, മൂന്നാമത്തെ കുഞ്ഞ് വേണം, ഫാമിലി പ്ലാനിംഗ് ഒന്നും ഇപ്പൊ ചെയ്യാൻ പാടില്ല എന്ന് പറയും. அந்த சகோதரிட்டு இந்த வேர்ஸ் தான் காமிக்க வேண்டியதா இருந்துச்சு. ആ സഹോദരിയോട് ഈ ഒരു വചനം ആണ് എനിക്ക് അന്ന് കാണിക്കേണ്ടി വന്നത്. சிஸ்டர், ஒரு ஆபத்துக்கும் பயப்படாதீங்க. സഹോദരി, ഒരു ആപത്തിനെ കുറിച്ചും നീ ഇപ്പൊ ഭയപ്പെടേണ്ട. பல வருஷங்களுக்கு முன்பாக சாராளுடைய லைஃப்ல இப்படி சம்பவம் நடந்தது. അനേക വർഷങ്ങൾക്ക് മുമ്പ് സാറയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. தேவன் மேல விசுவாசம் வைங்க. ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. ஓகே, உங்களுக்கு தேவன் மேல விசுவாசம் வச்சு ஒரு காரியத்தை கீழ்ப்படிங்க. ദൈവത്തിലുള്ള ഒരു വിശ്വാസത്തിൽ നിങ്ങൾ ഈ കാര്യത്തിന് നിങ്ങൾ കീഴ്പ്പെട്ട് മുമ്പോട്ട് പോവുക. ஓகே, என்ன ஆயிடுச்சு அப்படின்னா, എന്താണ് സംഭവിച്ചതെന്ന് അറിയാം? ஒரு குழந்தை பிறந்தது. മൂന്നാമതൊരു കുഞ്ഞുണ്ടായി. பையன் பிறந்துட்டான். ഒരു ആൺകുഞ്ഞാണ് ഉണ്ടായത്. சாப்டர் க்ளோஸ். ആ மேட்டர் முடிஞ்சிருச்சு. ആ അധ്യായം അവിടെ വെച്ച് അവസാനിച്ചു. இப்ப புருஷன் சொல்றாரு, என்ன புருஷன் சொல்றாரு அப்படின்னா, ഇപ്പൊ ഭർത്താവ് എന്താ പറയുന്നതെന്ന് അറിയാമോ? see my faith அப்படிங்கிறார். എന്റെ വിശ്വാസം എന്ന് പറഞ്ഞ് അദ്ദേഹം കോളർ ഉയർത്തുന്നു. தலையில தான் அடிச்சுக்கணும். അത് നമുക്ക് തലയിൽ അടിക്കാനേ കഴിയുകയുള്ളൂ. புருஷன் வந்து அவர் ஃபெய்த்னு சொல்றாரு. ഇത് തന്റെ വിശ്വാസമാണെന്ന് ഈ വിശ്വാസമില്ലാത്ത ഭർത്താവ് പറയുന്നു. ഉண்மையிலே நடந்தது என்ன அப்படின்னா, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? மனைவியினுடைய சப்மிஷன், ഭാര്യയുടെ കീഴ്പ്പെടലാണ് അവിടെ ദൈവം കണ്ടത്. യെസ്, ഒരു ആപത്തുക്ക് ഞാൻ ഭയപ്പെടില്ല. ഞാനിപ്പോൾ ഒരു ഭീഷണിക്കും ഞാനിപ്പോൾ പേടിക്കുന്നില്ല, ഭയപ്പെടുന്നില്ല. என் புருஷனுக்கு நான் சப்மிட் பண்ணிடுறேன். ഞാനിവിടെ എന്റെ ഭർത്താവിന് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു. ஆண்டவரே, என்னுடைய திராணிக்கு மேல் நீங்க சோதிக்க மாட்டீங்க. പിതാവേ, ദൈവമേ, എന്റെ കഴിവിന് മീതെ അങ്ങനെ പരീക്ഷിക്കുകയില്ല. യെസ്, தேவன் ஒரு ஆண்மகவை கொடுத்தார். ദൈവം ആ സ്ത്രീയെ കരുണ കാണിച്ചു, ഒരു ആൺകുഞ്ഞിനെ കൊടുത്തു. യെസ്, അത് அந்த குடும்பத்தில் உண்டான ஒரு சம்பவம், இன்சிடென்ட். அது ഇത് ആ കുടുംബത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. சில சூழ்நிலைகளில் நாம் என்ன செய்ய வேண்டியதா இருக்கும் அப்படின்னா, ചില സാഹചര്യങ്ങളിൽ നാം ഇങ്ങനെ ചെയ്യണം. ஒரு ஆபத்துக்கு நாம் பயப்படாதபடிக்கு இருக்கணும். നാം ഇങ്ങനെ ഒരു ആപത്ത് ഉണ്ടാവും എന്ന് നാം ഭയപ്പെടാതെ, அப்படி நாம் மனைவிமார்கள் கீழ்ப்படிந்து இருக்கும் பொழுது, അങ്ങനെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക്
കീഴ്പ്പെട്ടിരിക്കുമ്പോൾ, பிரியமானவர்களே, நம்மளுடைய ஜெபங்கள் கேட்கப்படும். അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടും. மனைவிமார்கள் சொந்த புருஷர்களுக்கு கீழ்ப்படியில அப்படின்னா நம்மளுடைய ஜெபம் கேட்கப்படாது. ഭാര്യമാർ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നില്ല എങ്കിൽ അവരുടെ പ്രാർത്ഥനകൾക്ക് മുടക്കം വരും, പ്രാർത്ഥന കേൾക്കപ്പെടുകയില്ല. இந்த வேர்ஸ், இந்த ஜெபங்களுக்கு தடை வருங்கிறதான வசனம் புருஷர்களுக்கு நீங்க நினைக்க கூடாது. ഈ പ്രാർത്ഥനകൾക്ക് തടസ്സം വരും എന്നുള്ള ഈ ഒരു വാക്യം അത് ഭർത്താക്കന്മാർക്ക് മാത്രമുള്ളതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. அது மனைவிமார்களுக்கும் புருஷமார்களுக்கும் சேர்த்துதான் எழுதப்பட்டது. അത് ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും രണ്ടു കൂട്ടർക്കും ചേർത്തുള്ള വാക്യമാണ്. ஓகே, இன்னும் ஒரு வசனத்தை காண்பிக்க விரும்புகிறேன். ഞാൻ മറ്റൊരു വാക്യവും കൂടെ കാണിക്കാം. தீத்துவின் புஸ்தகம் 2ஆம் அதிகாரம் തീത്തോസ് 2-ാം അധ്യായം, verse 5. തീത്തോസ് 2-ാം അധ്യായം 5-ാം വാക്യം. ആ, സുബോധവും പാതിവൃത്യവുമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിപ്പിക്കും. verse 4ல கூட வாசிக்கிறோம். தேவ வசனம் தூஷிக்கப்படாதபடிக்கு அப்படின்னு வாசிக்கிறோம். 4-ാമത്തെ വാക്യത്തിൽ ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് എന്ന്. பாலிய ஸ்திரீகள் தங்கள் புருஷரிடத்திலும், യൗവനക്കാരത്തികൾ അവര് ഭർത്തൃപ്രിയമായിരിക്കണം. கீழே வாசிக்கிறோம் verse 5ல 5-ാമത്തെ വാക്യം, தங்கள் புருஷர்களுக்கு கீழ்ப்படுகிறவர்களுமா இருக்க வேண்டும். അവര് ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരായിരിക്കണം എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. verse 4 and 5ல പുരുഷരിടത്തിൽ അൻപു செலுத்தணும், പുരുഷന് കീഴ്പ്പെടിந்திருக்கணும். 4ഉം 5ഉം വാക്യങ്ങൾ നോക്കുക. 4-ാമത്തെ വാക്യത്തിൽ ഭർത്താവിനോട് പ്രിയമുള്ളവരായിരിക്കണം. 5-ാമത്തെ വാക്യം ഭർത്താവിനെ കീഴ്പ്പെട്ടിരിക്കുന്നവരായിരിക്കണം. எதுக்காக? தேவ வசனம் தூஷிக்கப்படாதபடிக்கு. അതിന്റെ കാരണം എന്താണ്? ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന്. எஸ், இப்படி நம்ம பைபிள் இப்படி எல்லாம் வெர்சஸ் எல்லாம் அப்படி நம்ம வாசிக்கிறோம். വേദപുസ്തകത്തിൽ അവിടെയും ഇവിടെയും ഇങ്ങനെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു. மூன்று காரியங்கள். 3 കാര്യങ്ങൾ. ஒன்னு, தேவ வசனம் தூஷிக்கப்படாதபடி. ഒന്ന്, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കണം. ரெண்டாவது, நம்மளுடைய ஜெபங்களுக்கு தடை வராதபடி. രണ്ടാമത്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം മുടങ്ങാതിരിക്കേണ്ടതിന്. மூன்றாவது காரியம், മൂന്നാമത്, நமக்கு பிரயோஜனம் உண்டாயிருக்கும்படி. നമുക്ക് പ്രയോജനമുണ്ടാകുവാൻ. எஸ், இப்படிதான் பைபிள் சொல்லுது. ഇങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്. நமக்கு நம்மளுடைய சொந்த புருஷന്മാர்களுக்கு கீழ்ப்படிந்து நம்மளை அலங்கரித்துக் கொள்வோம். നാം നമ്മുടെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ട് നമ്മെ അലങ്കരിക്കുക. இப்படிப்பட்ட கீழ்ப்படிதல் உள்ள மனைவிகளுக்கு ஒரே ஒரு வாக்குத்தத்தத்தை ஆண்டவர் காண்பிக்கிறார் பாருங்க. അങ്ങനെ കീഴ്പ്പെടുന്ന മനോഭാവമുള്ള ഭാര്യമാർക്ക് ഞാൻ ദൈവവചനത്തിൽ നിന്നുള്ള ഒരു വാഗ്ദത്തം നിങ്ങളെ കാണിച്ചു. 2 വാഗ്ദത്തങ്ങളെ കാണിക്കാൻ വിരുമ്പുന്നു. 2 വാഗ്ദത്തങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. It's a promise, wonderful promises. ഇത് അത്ഭുതകരമായ വാഗ്ദത്തമാണ്. Romans chapter 16, റോമാലേഖനം 16-ാം അധ്യായം verse 20ல വാസിക്കണം. 19 and 20. അവിടെ 19ഉം 20ഉം വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരുമാകണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. 20, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. അത്ഭുതமான ഒരു വാഗ്ദത്തം. ഇത് വളരെ അത്ഭുതകരമായ ഒരു വാഗ്ദാനമാണ്. സാത്താനെ ഉங்கள் കാലിൻ കീഴെ നസുക്കി പോടുവാർ. സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. എപ്പോ? verse 19ல. എപ്പോഴാണ്? ഉங்கள் കീഴ്പ്പെടുതൽ. അത് എപ്പോഴാണ്? നിങ്ങളുടെ അനുസരണം யாவருக்கும் தெரிய வந்திருக்கிறது. അത് പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. Praise the Lord. யாரெல்லாம் கீழ்ப்படுகிறவர்கள் മാത്രമേ സാത്താനെ കാലിൻ കീഴിൽ കൊണ്ടുവര முடியும். ദൈവത്തിന് സ്തോത്രം. കീഴ്പ്പെടുന്നവർക്ക് മാത്രമാണ് സാത്താനെ തങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയുവാനായിട്ട് കഴിയും. verse 19 and 20. 19ഉം 20ഉം വാക്യങ്ങൾ. കീഴ്പ്പെടുതൽ ഉള്ളവர்களை குறித்து கொண்டான വാഗ്ദത്തത്തെ சொல்றார் அவர். അവിടെ ഈ രീതിയിൽ അനുസരണമുള്ളവർക്ക് കീഴ്പ്പെടുന്നവർക്കുള്ള വാഗ്ദത്തമാണത്. ജെയിംസ് chapter 4 verse 7. യാക്കോബ് 4-ാം അധ്യായം 7-ാമത്തെ ഒരു പ്രോമിസ്. ഇതും ഒരു വാഗ്ദത്തമാണ്. യാക്കോബ് 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. இந்த verse சற்று மாற்றி வாசிக்கலாமே. നമുക്ക് ഈ വാക്യത്തെ അല്പം മാറ്റി വായിക്കാം. പുരുഷനുക്ക് കീഴ്പ്പെടുന്നിരുങ്ങൾ, പിശാചുക്ക് എതിർത്ത് നില്ലുങ്ങൾ. ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുക, പിശാചിനോട് എതിർത്ത് നിൽക്കുക. ചിലർ ഇപ്പടി പഠിച്ചാൽ ബൈബിൾ പിടിക്കാൻ മാട്ടേങ്ങത്. ചിലർക്ക് ഇങ്ങനെയൊക്കെ വായിച്ചാൽ അവർക്ക് വേദപുസ്തകം അത്ര ഇഷ്ടപ്പെടുന്നില്ല. ബ്രദർ, ദേവനുക്ക് കീഴ്പ്പെടുന്നിരുങ്ങൾ ഇருக்கு. സഹോദരൻ, ഇവിടെ ദൈവത്തിന് കീഴ്പ്പെടാനാ പറഞ്ഞിരിക്കുന്നത്. നീங்க പുരുഷന് കീഴ്പ്പെടുന്നിരുങ്ങൾ വാസിக்கிறீங்க. നിങ്ങളത് ഇങ്ങനെ തെറ്റി വായിക്കുന്നു. ഭർത്താവിന് കീഴ്പ്പെടണമെന്ന്. இந்த വേഴ്സ് പാരഫ്രൈസ് பண்ணோம்னா, ഈ വാക്യത്തെ ഞാനൊന്ന് കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, தேவனால் நியமிக்கப்பட்ட அதிகாரமாகிய புருஷனுடைய அதிகாரத்துக்கு கீழ்ப்படிந்திருங்கள். ദൈവത്താൽ നിയമിക്കപ്പെട്ട ഭർത്താവിന്റെ അധികാരത്തിന് നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കുക. പിശാസുക്ക് എതിർത്ത് നിൽക്കണം. പിശാചിനോട് അങ്ങനെയാണെങ്കിൽ എതിർത്ത് ഉങ്ങളെ വിട്ട് ഓടി പോവാം. അങ്ങനെയാണ്, അപ്പോഴാണ് പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പൊ
கீழ்ப்படுகிறவர்கள் மாத்திரமே சாத்தானுக்கு எதிர்த்து நிற்க முடியும். അങ്ങനെയെങ്കിൽ ഈ രീതിയിൽ കീഴടങ്ങുന്നവർക്ക് മാത്രം, കീഴ്പ്പെടുന്നവർക്ക് മാത്രമാണ് പിശാചിനോട് എതിർത്ത് നിൽക്കുവാനായിട്ട് കഴിയുക. எஸ், நம்மளுடைய குடும்பத்துக்கு விரோதமாய் பிசாசு, நம்மளுடைய பிள்ளைகளுக்கு விரோதமாய், குடும்பத்துக்கு விரோதமாய் சத்துருடைய கிரியைகள் இருக்கு இன்னைக்கு. നമ്മുടെ കുടുംബത്തിന് വിരോധമായി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എതിരായിട്ട് പിശാചിന്റെ പല തന്ത്രങ്ങൾ ഇന്നുണ്ട്. அந்த பிசாசுனுடைய கிரியைகளை நீங்க எப்ப எதிர்த்து நிற்க முடியும்? ആ പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾക്ക് എങ്ങനെയാണ് എതിർത്ത് നിൽക്കുവാനായിട്ട് കഴിയുക? கணவன் மனைவி ஒருமனப்பட்டவர்களாய், അവിടെ ഭർത്താവും ഭാര്യയും ഒരുമനപ്പെട്ട് ഒരുമിച്ച് ഒരു മനസ്സോടെ, மனைவி சொந்த புருஷர்களுக்கு கீழ்ப்படிந்திருக்கலாம், புருஷன் தன் மனைவி அன்பு கூறுகிறவர்களாய் இருந்து, ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെടുകയും ഭർത്താവ് തന്റെ ഭാര്യയെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ இவர்கள் இருவரும் ஒருமனப்பட்டு பிசாசுக்கு எதிர்த்து நிற்க வேண்டும். ഇവർ രണ്ടും ഐക്യമത്യപ്പെട്ട് പിശാചിനോട് എതിർത്ത് നിൽക്കുവാനായിട്ട് കഴിയും. அவன் உங்களை விட்டு ஓடி போவான். അങ്ങനെയെങ്കിൽ പിശാച് നിങ്ങളെ വിട്ട് ഓടി. எஸ், இன்னைக்கு இருக்கக்கூடிய நாட்களில் நம்மளுடைய பிள்ளைகள், நம்மளுடைய குடும்பம் சாத்தானுடைய டார்கெட்டா இருக்கும். நம்ம ഇന്ന് ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ മേൽ സാത്താൻ കണ്ണുവച്ചിരിക്കുകയാണ്. அப்ப அவனுக்கு எதிர்த்து நிற்பதற்கு நாம் என்ன செய்ய வேண்டும்? மிகுந்த பொறுப்பு யார்கிட்ட இருக்கு அப்படின்னா மனைவிமார்கள்ட்ட இருக்கு. അതുകൊണ്ട് പിശാചിനെ എതിർത്ത് നിൽക്കുവാനുള്ള വളരെ ഉത്തരവാദിത്വം ഭാര്യമാർക്കുണ്ട്. சோ உங்களுக்கு பிரயோஜனம் உண்டாயிருக்கும்படி, അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകണമെങ്കിൽ, உங்களுக்கு ஜெபம் கேட்கப்படும்படி, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കപ്പെടണമെങ്കിൽ, உங்களுடைய தேவ வசனம் தூஷிக்கப்படாதபடி, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ, சாத்தானுக்கு எதிர்த்து நிற்கும்படி, സാത്താനെ നിങ്ങൾക്ക് എതിർത്ത് നിൽക്കണമെങ്കിൽ நீங்கள் சொந்த புருஷர்கள் கீழ்ப்படிந்திருக்கும்படி வேதம் அறிவுறுத்துகிறது. നിങ്ങൾ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം എന്ന് ദൈവവചനം നിങ്ങളെ ഓർപ്പിക്കുന്നു. ஓகே, நாம் நம்மளுடைய பிள்ளைகளுக்காக கொஞ்ச நேரம் தேவனுடைய வார்த்தையை காண்பிக்க விரும்புகிறேன். ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങളും ദൈവവചനത്തിൽ നിന്ന് ഞാൻ കാണിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. பிரியமானவர்களே, நம்மளுடைய பிள்ளைகள் ரொம்ப மிக மிக முக்கியமானவர்கள். പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ വളരെ പ്രധാനപ്പെട്ടവരാണ്. ஒரு சில காரியத்தை நான் காண்பிக்க விரும்புகிறேன். ഞാൻ ചില കാര്യങ്ങൾ, കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാതാപിതാക്കളായ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ജെനിസിസ് ചാപ്റ്റർ 22, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 16வது வசனத்திலൂടെ வாசிக்கிறோம். 22:16. அங்கே ஒரு ப்ராமிஸ், நம்மளுடைய பிள்ளைகளை குறித்து ஒரு ப்ராமிஸ் இருக்குங்க. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് അവിടെ ഒരു വാഗ്ദത്തമുണ്ട്. 22:16. 22:16. നീ ഈ കാര്യം ചെയ്തു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട് verse 17 വാസിക്കണം. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും, നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. நல்ல வார்த்தை. உன்னுடைய சந்ததி தங்களுடைய சத்துருக்களின் வாசல்களை சுதந்திரித்துக் கொள்வார்கள். ഇവിടെ വളരെ മനോഹരമായ ഒരു വാക്യം, നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. எஸ், அதாவது சத்ரு நம்மளுடைய பிள்ளைகளை ஒரு காலம் மேற்கொள்ளாது வாழ்ற வாழ்க்கை. ശത്രുവിന് നമ്മുടെ കുഞ്ഞുങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത ഒരു ജീവിതം. உலகத்தால் நம்மளுடைய பிள்ளைகள் கரைபடாதபடிக்கு வாழ்ற ஒரு வாழ்க்கை. ഈ ലോകം നമ്മുടെ കുഞ്ഞുങ്ങളെ കറപെടുത്താത്ത തരത്തിലുള്ള ഒരു ജീവിതം. இந்த வாக்குத்தத்தத்தை தேவன் கொடுத்திருக்கிறார் பாருங்க. ഈ വാഗ്ദത്തം ദൈവം നൽകിയിരിക്കുന്നു. எப்ப அப்படின்னா, എപ്പോഴാണ് സംഭവിക്കുക? இந்த வாக்குத்தத்தத்தை எப்ப நாம் சுதந்திரிக்க முடியும்? ഈ വാഗ്ദത്തം നമുക്ക് എപ്പോഴാണ് സ്വായത്തമാക്കുവാനായിട്ട് കഴിയുക? அந்த வார்த்தையை ஆண்டவர் அப்ரஹாமுக்கு கொடுத்தார். ഈ വാഗ്ദത്തം ദൈവം അബ്രഹാമിനാണ് നൽകിയത്. நீ உன் புத்திரன் என்றும் உன் ஏகசுதன் என்றும் முதல்ல பாராத. നീ നിന്റെ മകൻ, നിന്റെ ഏകജാതൻ എന്ന് നീ കാണാതിരിക്കുക. எஸ், அப்படின்னா காடா அல்லது நம்மளுடைய பிள்ளைகளா அப்படின்னா காட் தான் ஃபர்ஸ்ட் பிளேஸ். ദൈവമോ എന്റെ മകനോ എന്നുള്ള ഒരു ചോദ്യം വന്നാൽ ദൈവത്തിനാണ് ആദ്യസ്ഥാനം നാം കൊടുക്കേണ്ടത്. எஸ், அநேகர் அது மாதிரி தேவனுக்கு முதலிடம் கொடுக்கறது இல்ல. അനേക ആളുകൾ അവര് ദൈവത്തിന് ആദ്യസ്ഥാനം നൽകുന്നില്ല. அப்ரஹாம் தன்னுடைய தேவனை தான் எனக்கு வாழ்க்கையில ஃபர்ஸ்ட் பிளேஸ் அப்படிங்கறத நிரூபிச்சு காண்பிச்சார். അബ്രഹാം തന്റെ ജീവിതത്തിലൂടെ ദൈവത്തിനാണ് ഞാൻ ആദ്യസ്ഥാനം കൊടുക്കുന്നത് എന്ന് തെളിയിച്ച് കാണിച്ചു. ஒரு சம்பவத்தை சொல்ல நான் விரும்புகிறேன். ഞാൻ ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. தேவனா அல்லது பிள்ளையா, நம்மளுடைய பிள்ளைகளா? ദൈവമോ അതോ നമ്മുടെ മക്കളോ? சபையில நீண்ட வருஷங்களா இருந்த ஒரு ஃபேமிலி. സഭയിൽ അനേക വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു കുടുംബം. பையன் രക്ഷിക്കപ്പെടല. ആ കുടുംബത്തിലെ മകൻ അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. சிறு പ്രായത്തിലിருந்து ചർച്ചിലിருந்து വളർന്ന പയ്യനാ. ചെറിയ പ്രായം മുതൽ സഭയിൽ വളർന്നു വന്ന ഒരു മകനാണ്. ബാപ്റ്റിസം എടുക്കല. അവൻ സ്നാനം എടുത്തിട്ടില്ല. ഒരു വേൾഡ്ലി ഗേൾ മേലെ ഒരു ലവ് അഫെയർ. ഒരു ലൗകിക പെൺകുട്ടിയുമായിട്ട് ഒരു പ്രേമബന്ധം. அது திருமணம் பண்ணணும்னு அவங்க முடிவு பண்ணிட்டாங்க.
വിവാഹം ചെയ്യണം എന്ന് തീരുമാനിച്ചു. அப்ப நம்ம சொன்னோம் சபையில ரட்சிக்கப்பட்டு born again பீப்புளுக்கு தான் இங்க மேரேஜ் அப்படின்னு சொன்னோம். സഭയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആളുകൾക്കാണ് സഭയിൽ നമുക്ക് വിവാഹം ചെയ്തു കൊടുക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞു. அப்படின்னா நீங்க வெளியில இப்ப மேரேஜ் தான் பண்ணணும் அப்படின்னா வெளியில போய் ரெஜிஸ்டர் மேரேஜ் பண்ணீங்க. അങ്ങനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിവാഹം ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തുപോയി അവിടെ ചെന്ന് രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്ന് പറഞ്ഞു. அந்த பொண்ணை ஃபேமிலி அக்செப்ட் பண்ணிக்கிட்டாங்க. ആ പെൺകുട്ടിയുടെ കുടുംബവും അത് അംഗീകരിച്ചു. கொஞ்ச நாட்களாய் அந்த பாப்பாவுக்கு அந்த மகளுக்கு கிறிஸ்டியன் ஃபெய்த்தையும் கொடுத்துக்கிட்டு இருக்காங்க வெளியில. ആ പെൺകുട്ടിക്ക് കുറച്ച് നാളായി ഈ ക്രിസ്തീയ വിശ്വാസവും അവര് പങ്കുവെച്ചു കൊടുക്കുന്നുണ്ട്. ஏன்னா அந்த பையன் கிறிஸ்டியன் வேல்யூஸ் இருக்கிறதுனால கிறிஸ்தவனா இருக்கிற அப்படின்னால அந்த பெண்ணுக்கும் என்ன செஞ்சிட்டாங்க அப்படின்னா கிறிஸ்டியன் ஃபெய்த்தை கொடுக்க ஆரம்பிச்சிட்டாங்க. ഈ ചെറുപ്പക്കാരന് ക്രിസ്തീയ വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് കുറേശ്ശെ ആ പെൺകുട്ടിക്കും ക്രിസ്തീയ വിശ്വാസം അത് പങ്കുവെക്കുവാനായിട്ടൊക്കെ തുടങ്ങി. இப்போ அவங்க என்ன எதிர்பார்க்கறாங்க அப்படின்னா അപ്പൊ അതിനെ തുടർന്ന് ഇപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഇതാണ്, கொஞ்சம் வருஷம் சபைக்கு அந்த கேர்ள் வர ஆரம்பிச்சு அதுக்கப்புறம் ஞானஸ்தானம் கொடுத்து நீங்களே மேரேஜ் பண்ணிடலாமே அப்படின்ட்டு. അപ്പോൾ കുറച്ച് നാള് ആ പെൺകുട്ടി ഇവിടെ സഭയിൽ മീറ്റിങ്ങിനൊക്കെ വന്ന് നിങ്ങൾ അവൾക്ക് അവളെ സ്നാനപ്പെടുത്തി അത് കഴിഞ്ഞ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാമല്ലോ. இதுக்கெல்லாம் இங்க இடம் கிடையாதுன்னாச்சு. ഞങ്ങൾ പറഞ്ഞു അതിനൊന്നും ഇവിടെ അങ്ങനെ നടക്കുകയില്ല. இப்படிப்பட்ட ஒரு மேரேஜுக்காக வரக்கூடியவர்கள், ஒரு மேரேஜ் பர்பஸ்க்காக பேப்டிசம் எடுக்கிறவர்கள், ஒரு மேரேஜுக்காக சர்ச் அட்டெண்ட் பண்றவர்கள் எல்லாம் அது இட் வில் நாட் பி ஜெனுவன். ഒരു വിവാഹത്തിന് വേണ്ടി മീറ്റിങ്ങിന് വരുന്നു, വിവാഹത്തിന് വേണ്ടി സ്നാനം എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നു, ഇങ്ങനെയുള്ളവരൊന്നും യഥാർത്ഥത്തിലുള്ള രക്ഷയല്ല എന്ന് ഞങ്ങളത് പറഞ്ഞു. ஓகே, அந்த பையன் ரட்சிக்கப்படல. ആ മകൻ ആ യുവാവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല. ஓகே, அந்த பெண்ணை அந்த உலக பிரகாரமான அந்த பொண்ணை அந்த பையனுக்கு எடுக்கிறேன்னு நீங்க விருப்பப்பட்டீங்கன்னா அதுக்கு நமக்கு தடை இல்லை. നിങ്ങൾക്ക് ലോകപ്രകാരമുള്ള ഈ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ ഞങ്ങൾ അതിന് തടസ്സം നിൽക്കുന്നില്ല. ஏன்னா அவன் ரட்சிக்கப்படாத பையன். കാരണം ആ ചെറുപ്പക്കാരനും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അൺബിലീവർ അவ்வளவுதான். അപ്പൊ അത് പയ്യനും അവിശ്വാസിയാണ്, ഒരു അവിശ്വാസിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. ഓക്കെ, രണ്ട് ഫാമിലിക്കും உங்களுக்கு ഓക്കെ. ആ രണ്ട് കുടുംബത്തിനും അത് തടസ്സമില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. நீங்க வெளியில போய் மேரேஜ் பண்ணீங்க, നിങ്ങൾ പുറത്തു പോയി നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. ஓகே, இதுல என்ன இருக்கு? நல்ல ஆலோசனை தான் சொன்னோம். ഞങ്ങൾ നല്ല ആലോചനയാണ് അവരോട് പറഞ്ഞത്. But they got offended. പക്ഷേ അവര് മുറിപ്പെട്ടു പോയി. அவங்களுடைய எதிர்பார்ப்புக்கு தக்கதாக சபை நடக்கல. അവരുടെ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണമല്ല സഭ പെരുമാറിയത്. இப்ப நீங்க ஃபேமிலியா நீங்க சர்ச்சில் இல்ல, நீ ഇന്ന് ആ കുടുംബം സഭയിലില്ല, நீங்க வேற எங்கேயோ போயிட்டாங்க, ഇന്ന് വേറെ എവിടെയോ പോയി. பரவாயில்ல போட்டோம், സാരമില്ല, പൊക്കോട്ടെ. இப்ப இதுல இருந்து ஒரு காரியத்தை நான் பார்த்துக்கொள்றோம். ഇവിടെ നിന്ന് ഒരു കാര്യമാണ് നാം കാണേണ്ടത്. அவர்களுக்கு ஜீவனுள்ள தேவனை விட்டு ஜீவனுள்ள சபையை விட்டு வெளியில போகிற அளவுக்கு தன்னுடைய பையன் அவங்களுக்கு ஐடலா இருக்கான். ജീവനുള്ള ദൈവത്തെ വിട്ട് ദൈവസഭയെ വിട്ട് പുറത്ത് പോകുവാൻ തക്കവണ്ണം അവർക്ക് തങ്ങളുടെ മകൻ അവർക്കൊരു വിഗ്രഹമായി മാറിയിരുന്നു. യെസ്, என்ன செஞ்சிருந்திருக்கணும் அவங்க? അവരെ എന്തായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത്? ഓക്കെ, നീ രക്ഷിക്കപ്പെടില്ല, നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല. സഭ എടുത്ത സ്റ്റാൻഡേർഡ് കറക്റ്റ്, സഭ എടുത്ത നിലപാട് അത് ശരിയാണ്. ഓക്കെ, നീ അവിശ്വാസ വിരുമ്പിട്ടേ, നീ ഒരു അവിശ്വാസിയെ ഇഷ്ടപ്പെട്ടു, ഓക്കെ, നീ മാരേജ് பண்ணிக்கிற, வெளியில போய் பண்ணிக்க, നീ വിവാഹം കഴിച്ചു, നീ പുറത്തു പോയി വിവാഹം കഴിച്ചു. ഞാൻ സഭയിல இருப்பேன் அப்படின்னு நினைச்சிருந்திருக்கணும் அவங்க. ഞങ്ങൾ സഭയിൽ തുടരും എന്നുള്ള തീരുമാനം നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കണം, മാതാപിതാക്കൾക്ക്. So in order to please their son, அவங்க வெளியில போயிட்டாங்க. തങ്ങളുടെ മകനെ പ്രിയപ്പെടുത്തുവാനായിട്ട് അവർ സഭ വിട്ട് പുറത്തുപോയി. യെസ്, ഇതേ மாதிரி പേരന്റ്സ് എല്ലാം இருக்காங்க കേട്ടോ, എங்கേയും ഒരു சிலர் இருக்காங்க. ഇങ്ങനെയുള്ള മാതാപിതാക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെയും അവിടെയും ഇങ്ങനെയുള്ള മാതാപിതാക്കൾ ഉണ്ട്. ഇങ്ങ വാസിக்கிறமே, അബ്രഹാം നിരൂപിച്ചു കാണിച്ചാർ. ഇവിടെ വായിക്കുന്നല്ലോ, എബ്രഹാം അവൻ അത് ചെയ്തു കാണിച്ചു. ഗോഡാ அல்லது സന്നാ? ദൈവമോ മകനോ? യെസ്, நீங்க தான் எனக்கு ஃபர்ஸ்ட் பிளேஸ். ദൈവമാണ് എനിക്ക് ആദ്യ സ്ഥാനം. என் பிள்ளையை நான் ப்ளீஸ் பண்ண மாட்டேன், நான் എന്റെ മകനെ ഞാൻ പ്രസാദിപ്പിക്കുകയില്ല. தேவனுடைய கற்பனைக்கு விலகி போகிறதான காரியங்களுக்கு நான் ஒருபோதும் நான் ஏன் சொல்ல மாட்டேன். ദൈവത്തിന്റെ വചനത്തിന് വിരോധമായിട്ട് ഉള്ള കാര്യങ്ങൾക്ക് ഞാൻ ഒരിക്കലും സമ്മതം മൂളുകയില്ല. பிரியமானவர்களே, அப்படிப்பட்டவர்களுக்கு தான் அந்த வாக்குத்தத்தம். പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവർക്കാണ് ഈ വാഗ്ദാനം. உன் சந்ததியார் தங்கள் சத்துருக்களின் வாசல்களை சுதந்திரித்துக் கொள்வார்கள். നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. நிறைய பேரண்ட்ஸ் 17 கிளைம் பண்றாங்க, ஆனா 16 விட்டுறாங்க. പല മാതാപിതാക്കൾ അവർ 17-ാം വാക്യത്തിലെ വാഗ്ദത്തം അവര് ആഗ്രഹിക്കുന്നു, ഏറ്റെടുക്കുന്നു. എന്നാൽ അതിന്റെ 16-ാമത്തെ വാക്യം, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട് എന്നുള്ള ആ വാക്യം അവർ വിട്ടുകളയുന്നു. ஆபிரகாம் தன்னுடைய பிள்ளை எப்படி எல்லாம்
கிறிஸ்துக்களாக தேவனுக்கென்று வளர்த்தாருங்கிற ஒரு சில காரியங்களை நான் காண்பிக்க விரும்புகிறேன். എബ്രഹാം എങ്ങനെയാണ് തന്റെ മകനെ ദൈവത്തിന് വേണ്ടി വളർത്തിയത് എന്നുള്ള ചില കാര്യങ്ങൾ ഞാൻ കാണിക്കട്ടെ. திடீர்னு ஒரு நாளைக்கு வந்துடாது. പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ ഒരു ആത്മീയനായ ഒരുവനെ ഉണ്ടാക്കുവാനായിട്ട് കഴിയുകയില്ല. ஒரு வார்த்தை ரோமன்ஸ் சாப்டர் 2ல வாசிச்சு நான் திரும்பவும் റോമലേഖനം 2-ാം അധ്യായത്തിലുള്ള ഒരു വാക്യം നോക്കി നമുക്ക് വീണ്ടും ഇവിടേക്ക് വരാം. ரோமன்ஸ் சாப்டர் 2 റോമാലേഖനം 2-ാം അധ്യായം 20ஆம் வசனத்தில் வாசிக்கிறோம். റോമാലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. குழந்தைகளுக்கு நீ உபாத்தியாயனா டீச்சரா இருக்க நீனு. ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചുമിരിക്കുന്നെങ്കിൽ. വേഴ്സ് 20ல வாசிக்கிறோம். 21-ാമത്തെ വാക്യം. உன் குழந்தைகளுக்கு போதிக்கிற நீ உனக்கு நீ போதியாமல் இருக்கலாமா? നീ നിന്റെ മക്കളെ ഉപദേശിക്കുന്നവനെ നീ എന്തുകൊണ്ടാണ് നിന്നെ തന്നെ ഉപദേശിക്കാത്തത്? களவு செய்யக்கூடாதுன்னு பிரசங்கிக்கிற நீ களவு செய்யலாமா? നീ മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? எஸ். இப்படிதான் நம்ம கேட்க வேண்டியதான். ഇങ്ങനെയാണ് നാം നമ്മോട് തന്നെ പറയേണ്ടത്. நம்மளுடைய பிள்ளைகளுக்கு நாம் டீச்சரா இருக்கோம். നമ്മുടെ ശിശുക്കൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം ഉപദേഷ്ടാക്കന്മാരായിരിക്കുന്നു. நம்மளுடைய பிள்ளைகளுக்கு நம்ம போதிக்கிறோம். നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ഉപദേശിക്കുന്നു. அது நம்மளுடைய வாழ்க்கையில நிஜமாவலன்னு வச்சுங்க. അത് നമ്മുടെ ജീവിതത്തിൽ അത് യഥാർത്ഥമാവുന്നില്ല. நாம் ஹிப்பாக்ரிட்ஸ். അങ്ങനെയെങ്കിൽ നാം കാപട്യക്കാരാണ്. 24 வசனம் சொல்லப்பட்டிருக்கிற தேவனுடைய நாமம் தூஷிக்கப்படும். 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടും. எஸ். பிள்ளைகளுக்கு ஒண்ணு நாம் சொல்றோம்னா நாம் முதல்ல எக்ஸாம்பிளா நாம் இருக்கணும். நம்ம കുഞ്ഞുങ്ങളോട് നാം ഒരു കാര്യം പറയുന്നതെങ്കിൽ ആദ്യം നമുക്ക് ആ കാര്യങ്ങൾക്ക് നാം മാതൃകയുള്ളവരായിരിക്കണം. ரோமன்ஸ் 2ல அதான் வாசிக்கிறோம் நாம். റോമാലേഖനം 2-ാം അധ്യായത്തിൽ നാം അതാണ് വായിക്കുന്നത്. எஸ். both parents, husband wife யாரா இருந்தாலும் சரி, അത് ഭർത്താവോ ഭാര്യയോ ആരാണെങ്കിലും ശരി, நம்மளுடைய பிள்ளைகளுக்கு முதல்ல சொல்றதுக்கு முன்னால நாம் அதை கை கொள்றோமாங்கிறத பார்க்கணும். നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം ഈ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് അത് നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് നാം നോക്കണം. அப்ரஹாம் தன்னுடைய வாழ்க்கையில் பழைய ஏற்பாட்டுல அவருக்கு வேத புஸ்தகம் எதுவுமே கிடையாது. എബ്രഹാമിന് പഴയ നിയമ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വേദപുസ്തകമൊന്നുമില്ലായിരുന്നു. எல்லாமே தன் லைஃப்ல இருந்து டெமோ பண்ணி காண்பிச்சார். എല്ലാ കാര്യങ്ങളും തന്റെ ജീവിതത്തിൽ നിന്ന് അവൻ അത് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ஒரு சில காரியங்களை நான் காண்பிக்கிறேன். ഞാൻ ചില കാര്യങ്ങൾ ഞാൻ കാണിക്കാം. ஜெனிசிஸ் சாப்டர் 23. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം. எப்படி தேவ பயத்தில், கர்த்தருக்கு பயப்படுற பயத்தில் ஆபிரகாம் ஈசாக்கை வளர்த்தார். എങ്ങനെയാണ് ദൈവ ഭയത്തിൽ എബ്രഹാം ഇസ്ഹാക്കിനെ വളർത്തിയത്? ஆதியாகமம் 23ஆம் அதிகாரம். ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം. அவங்க மதர் இறந்த டைம், அதாவது ஈசாக்கினுடைய மதர் ഇസ്ഹാക്കിന്റെ സാറാ, അമ്മ സാറ മരിച്ച ഒരു സമയമാണ്. வேர்ஸ் 23ல வேர்ஸ் 1ல வாசிக்கிறோம். சாராளுக்கு 127 வயசு. അവിടെ 23-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, സാറയ്ക്ക് 127 വയസ്സ് ആയിരുന്നു. அப்ப அப்ரஹாமுக்கு ஒரு 10 வயசு கூட. അപ്പോൾ അബ്രഹാമിന് ഒരു 10 വയസ്സ് പ്രായമുണ്ടായിരിക്കാം. സാറാളുக்கு 127ன்னா അബ്രഹാമുക്ക് 137. സാറയ്ക്ക് 127 എന്നാൽ അബ്രഹാമിന് 137 വയസ്സ്. அப்ப ஐசக் வயசு என்ன அப்படின்னா 37 வயசு. സോറി, ആ സമയത്ത് ഇസ്ഹാക്കിന് 37 വയസ്സ്. ஈசாக்குக்கு 37 வயசு. ഇസ്ഹാക്കിന് 37 വയസ്സ്. அவங்க அம்மா இறந்துட்டாங்க. അമ്മ മരിച്ചു. இப்ப அம்மாவை சாராளை அடக்கம் பண்ணணும். ഇപ്പോൾ സാറയെ അവിടെ അടക്കം ചെയ്യണം. அவர் அந்த ஊர்ல உள்ளதான ஹெப்ரோன் என்னும் ஊர்ல இப்ப இடத்தை பேச போறாரு. ഇവിടെ ഹെബ്രോൻ എന്ന സ്ഥലത്ത് അവിടെ അടക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലത്തിനെ കുറിച്ച് സംസാരിക്കുവാനായിട്ട് പോകുന്നു. 3-ാം വചനത്തിൽ വാസിக்கிறோம். അബ്രഹാം அந்த ஏத்தின் புத்திரரோட பேசினார். അവിടെ 3-ാം വാക്യത്തിൽ എബ്രഹാം ഹിത്യരുടെ പുത്രന്മാരോട് അവരോട് സംസാരിക്കുന്നതായിട്ട് നാം വായിക്കും. என்னுடைய மனைவியை அடக்கம் பண்ணுவதற்கு உங்கள் பூமியை தர வேண்டும், வெர்ஸ் 4ல கேக்குறார். 4-ാമത്തെ വാക്യത്തിൽ എന്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കേണ്ടതിന് നിങ്ങൾ എനിക്കൊരു സ്ഥലം തരണം. அவங்க சொல்லிட்டாங்க, உங்களுக்கு தடையெல்லாம் கிடையாது, நீங்க അടക്ക ചെയ്യലാന്ന് சொல்றாங்க. അവര് പറയുന്നു, ഒരു തടസ്സവുമില്ല യജമാനനെ, നിങ്ങൾ അത് ചെയ്തോളൂ, താങ്കൾ ചെയ്തോളൂ എന്ന് പറയുന്നു. വേഴ്സ് 7ல വാസിக்கிறோம். 7-ാമത്തെ വാക്യം നാം വായിക്കുന്നു. അബ്രഹാം എഴുந்திருந்து ഏത്തീം പുത്രരാகிய ദേശത്താർക്ക് വന്ദനം ചെയ്താൻ. അബ്രഹാം എഴുന്നേറ്റ് ആ ദേശക്കാരായ ഹിത്യരെ നമസ്കരിച്ചു എന്ന് വായിക്കുന്നു. ആംഗല ബൈബിളില് he bowed down அப்படி വാസിக்கிறோம். ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ അദ്ദേഹം അബ്രഹാം അവരെ തല കുമ്പിട്ട് അവരോട് സംസാരിച്ചു എന്നാണ് വായിക്കുന്നത്. എഴുந்திருந்து, അബ്രഹാം ഉட்கார்ந்திருந்தவர் எழுந்திருந்து അവിടെ ദേശത്താരെ பார்த்து വന്ദനം ചെയ്ത് വണങ്ങി bow down. അവിടെ ഇരുന്ന എബ്രഹാം എഴുന്നേറ്റ് ആ ദേശക്കാരുടെ മുമ്പിൽ വണങ്ങി അവരോട് സംസാരിച്ചു. വേഴ്സ് 12ലും വാസിக்கிறோம். 12-ാം വാക്യത്തിലും നാം വായിക്കുന്നു, അബ്രഹാം ആ ദേശത്താർക്ക് വന്ദനം ചെയ്ത്. അപ്പോൾ എബ്രഹാം ദേശത്തിലെ ജനത്തെ നമസ്കരിച്ചു. பக்கத்துல யார் இருக்கா அப்படின்னா 37 வயசு பையன் இருக்கான்.
37 വയസ്സുള്ള തന്റെ മകൻ ഇസഹാക്ക് അടുത്തുണ്ട്. வயசு அப்ரஹாமுக்கு வயசு 137. എബ്രഹാമിന് 137 വയസ്സാണ്. 137 வயது கிழவன் எழுந்திருந்து வந்தனம் செய்யறத பையன் பார்த்துக்கிட்டு இருக்கான் பக்க. 137 വയസ്സുള്ള ഈ ഒരു വൃദ്ധനായ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ഈ നാട്ടുകാരെ ഇങ്ങനെ വണങ്ങി കുമ്പിട്ട് സംസാരിക്കുന്നത് ഈ 37 വയസ്സുള്ള മകൻ കണ്ടു. டெமோ 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 ഇത് ഈ ഒരു ജീവിതത്തിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ്. 137 வயசுல 137 வயசுல 137 വയസ്സിൽ. அப்ப அவனோட வாழ்நாள் முழுவதும் எத்தனை தடவை முதியோருக்கு முன்பு எழுந்து வந்தனம் செய்தவன் அவன். തന്റെ ജീവിതകാലം മുഴുവൻ എത്ര പ്രാവശ്യം പ്രായമുള്ള ആളുകളുടെ മുൻപാകെ എഴുന്നേറ്റ് അവർക്ക് വന്ദനം ചെയ്തിട്ടുണ്ടാവും, നമസ്കരിച്ചിട്ടുണ്ടാവും. பின்னால லேவி ராகமத்துல பின்னால வசனம் வருது, மோசே எழுதி கொடுக்கிறாரு, வயது முதிர்ந்தவர்களுக்கு முன்பாக எழுந்து நின்று நரைத்தவனுக்கு முன்பாக நீ எழுந்து ரெஸ்பெக்ட் பண்ணு, ஹானர் பண்ணுங்கிறதெல்லாம் பின்னால வருது. എന്നാൽ അതിനുശേഷം പിന്നീടാണ് ലേവ്യ പുസ്തകത്തിൽ മോശ പ്രായമായ വൃദ്ധന്മാർക്ക് മുമ്പിൽ നിങ്ങൾ എഴുന്നേൽക്കണം, അവർക്ക് ബഹുമാനം കൊടുക്കണം എന്ന് എഴുതിയിരിക്കുന്നത് പിന്നീടാണ്. இப்ப டாடி 137 வயசு கிழவன் என்ன செய்யறாரு அப்படின்னா எழுந்திருச்சு எழுத்திருத்து வந்தனம் செய்யறாரு. ഇതായി 137 വയസ്സുള്ള ഈ ഡാഡി, വൃദ്ധനായ ഡാഡി ഈ വന്നിരിക്കുന്ന ആളുകളുടെ മുമ്പാകെ എഴുന്നേറ്റ് അവരെ വണങ്ങുന്നു. இதான் ஐசக் பாக்குறாரு. ഇതാണ് ഇസഹാക്ക് കാണുന്നത്. கர்த்தருக்கு பயப்படுறதுன்னா ரெஸ்பெக்ட் ஆல் men. ദൈവത്തെ ഭയപ്പെടുക എന്നാൽ എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുക എന്നതാണ്. தன் லைஃப்ல இருந்து இப்ப காண்பிக்கிறாரு. ഇത് തന്റെ ജീവിതത്തിൽ നിന്ന് താൻ കാണിച്ചു കൊടുക്കുകയാണ്. ஓகே, ஒன் மோர் திங். ഒരു കാര്യവും കൂടെ. அவங்க என்ன செய்யறாங்க அப்படின்னா நேரம் கிடைக்கும் பொழுது சாப்டர் 23 வாசிப்போம். സമയം ലഭിക്കുമ്പോൾ 23-ാം അധ്യായം നിങ്ങൾ വായിക്കുക. அந்த ஏத்தின் புத்திரர்கள் அப்ரஹாம்ட்ட என்ன சொல்றாங்க, நீங்க அடக்கம் பண்றதுக்கு இந்த இடத்தை இலவசமா வச்சுங்கங்கறாங்க. അവിടെ ആ ഹിത്യരായ ആളുകൾ അവര് പറയുന്നത്, നിങ്ങൾ ഈ എബ്രഹാമെ ഇവിടെ സാറയെ അടക്കുന്നതിന് നിങ്ങൾക്ക് ഈ ദേശം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാം, നിങ്ങൾ അതിന് പണമൊന്നും തരേണ്ട. அவர் தெளிவா சொல்லிட்டார், நான் எனக்கு இந்த நிலம் எனக்கு 400 சேக்கல் கொடுத்துதான் நான் வாங்குவேன்னு சொல்றாரு. അപ്പോൾ എബ്രഹാം പറയുന്നു, 400 ശേക്കൽ ആ വെള്ളി തന്ന് മാത്രമേ ഞാൻ ആ സ്ഥലം വാങ്ങുകയുള്ളൂ. Verse 13. 13-ാമത്തെ വാക്യം. ദേശത്തിലെ ജനം കേൾക്കെ അവൻ എഫ്രാനോട്, ദയചെയ്ത് കേൾക്കണം, നിലത്തിന്റെ വില ഞാൻ നിനക്ക് തരുന്നത് എന്നോട് വാങ്ങണം, എന്നാൽ ഞാൻ മരിച്ചവളെ അവിടെ അടക്കം ചെയ്യും എന്ന് പറഞ്ഞു. ഓക്കെ, അത് 400 ശേക്കൽ இடத்தை வாங்குறாரு. 400 ശേക്കൽ വെള്ളി കൊടുത്ത് ആ സ്ഥലം വാങ്ങുന്നു. இந்த மணி டீலிங்ல பக்கத்துல யார் இருக்கா அப்படின்னா பையன் இருக்கான். ഈ പണം ഈ രീതിയിൽ അവൻ അവരോട് സംസാരിക്കുന്നതൊക്കെ അടുത്ത് നിന്ന് മകനായ ഇസാക്ക് കാണുന്നുണ്ട്. ஈசாக்குக்கு இப்ப என்ன டீச் பண்ணிருக்காரு? இப்ப ഇസാക്കിന് എന്തൊക്കെയാണ് ഇപ്പൊ പഠിപ്പിച്ചിരിക്കുന്നത്? என்னுடைய டாடி அட்வான்டேஜ் எடுக்க மாட்டார். എന്റെ പിതാവ് ആരെയും മുതലെടുക്കുകയില്ല. ஏதோ இலவசமாய் கிடைச்சிச்சுன்னா டாடி வாங்கி பாக்கெட்ல போட்டுக்குவார். എന്തെങ്കിലും ഫ്രീ ആയി കിട്ടിയാൽ ഉടനെ ഈ ഡാഡി വാങ്ങി പോക്കറ്റിൽ ഇടുന്നവളല്ല. எங்க டாடி ரைச்சியஸ் பர்சன். എന്റെ ഡാഡി ഒരു നീതിമാനായ മനുഷ്യനാണ്. പണ വിഷയത്തില് my dad such a righteous person. പണകാര്യങ്ങളിൽ എന്റെ പിതാവ് വളരെ നീതിമാനായ മനുഷ്യനാണ്. 400 சேக்கல் வச்சுங்க, இடத்தை டீல் பண்றேன். 400 ഷേക്കൽ അത് നിങ്ങൾ വെച്ചോളൂ, എന്നിട്ടാണ് സ്ഥലം വാങ്ങുന്നത്. ഓക്കെ, நான் ஒரு கரையை செலுத்தி நான் இடத்தை ஒன்று வாங்கிக்கிறேன். ഞാൻ അവിടെ പണം കൊടുത്ത് വില കൊടുത്താണ് ആ സ്ഥലത്തെ വാങ്ങുന്നത്. நான் ஃப்ரீயா வாங்க மாட்டேன். ഞാൻ ഫ്രീ ആയിട്ട് വാങ്ങുകയില്ല. യെസ്, நம்மளுடைய பிள்ளைகள் பார்க்கணும். പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ അത് കാണണം. நம்மளுடைய டாடி எப்படிப்பட்ட டாடிங்கிறது பிள்ளைகளுக்கு தெரியும். നമ്മുടെ പിതാവ് എങ്ങനെയുള്ളവനാണെന്ന് മക്കൾ കാണണം. நல்ல ஃப்ரீயா கிடைச்சா எங்க டாடி வாயில போட்டுக்குவார். എല്ലാം ഫ്രീ ആയിട്ട് കിട്ടിയ ഡാഡി അതെല്ലാം പോയി വായിലിടുന്നവനാണ് എന്ന് കാണരുത്, എന്ന് ചിന്തിക്കരുത്. எங்க டாடி மம்மி நல்ல അഡ്വാൻറ്റേജ് എടുക്കുന്നവங்க. എന്റെ ഡാഡിയും മമ്മിയും കിട്ടുന്ന അവസരത്തിലെല്ലാം മുതലെടുക്കുന്നവരാണെന്ന് അവർക്ക് ഒരിക്കലും ചിന്തിക്കരുത്. பிள்ளைகளுக்கு அப்படிப்பட்ட இமேஜ் கொடுத்துட வேண்டாம். മക്കൾക്ക് അങ്ങനെയുള്ള ഒരു ചിത്രം നിങ്ങൾ ഒരിക്കലും നൽകരുത്. ഈവൻ 10 rupees இருந்தாலும் சரி, டாடி மம்மி അഡ്വാൻറ്റേജ് എടുக்க மாட்டாங்க. ഒരു 10 രൂപയാണെങ്കിലും ഡാഡിയും മമ്മിയും അവിടെ മുതലെടുക്കുകയില്ല. മണി ഡീലിംഗ്സ്ல, പണകാര്യങ്ങളിൽ, സെല്ലിംഗ് ബൈയിങ്ல, വാങ്ങൽ വിൽക്കലിൽ മൈ ഡാഡി റൈച്ചസ് പേഴ്സൺ. എന്റെ പിതാവ് നീതിയുള്ളവനാണ്. യെസ്, രണ്ടാമത്തെ പാഠം. ഇത് രണ്ടാമത്തെ പാഠം എബ്രഹാം പിള്ളേർക്ക് ലൈഫ് ലൈൻ ടീച്ച് பண்ணி കൊടുക്കുകയാണ്. ജീവിതത്തിൽ നിന്ന് തന്റെ മകനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ജെനസിസ് ചാപ്റ്റർ 20, ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം. டாடிக்கு அவர் சொல்லி கொடுத்த இன்னொரு பாடம், டாடி தன்னுடைய மகன் ஈசாக்கு சொல்லி கொடுத்த இன்னொரு பாடம். ഡാഡി തന്റെ മകനായ ഇസ്ഹാക്കിന് പറഞ്ഞു കൊടുക്കുന്ന മറ്റൊരു പാഠം. ചാപ്റ്റർ 20 verse 11, 20-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. இவ்விடத்தில் ദൈവഭയം இல்லை அப்படின்னு டாடிக்கு தெரியும். ഡാഡിക്ക് അറിയാം ഈ സ്ഥലത്ത് ദൈവഭയമില്ല. മൈ ഡിയർ സൺ ഐസക്, എന്റെ മകനെ ഇസാക്കെ, இந்த இடத்துல ദൈവഭയം இல்ல,
ഇവിടെ ദൈവഭയമില്ലാത്ത സ്ഥലമാണ്. ஆகினால் செக்ஸுவல் இம்மோரல் சின்ஸ் எல்லாம் இங்க நிறைய இருக்குங்க. ഇവിടെ ലൈംഗികമായ പലതരത്തിലുള്ള പാപങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമാണിത്. Be careful. നീ ശ്രദ്ധയായിരിക്കണം. ஆப்போசிட் செக்ஸ் குறித்து ரொம்ப கேர்ஃபுல்லா இரு. ഇവിടെ എതിർ ലിംഗത്തെ കുറിച്ച് വളരെ ജാഗ്രതയുള്ളവനായിരിക്കണം. நீ எங்கேஜரா இருக்கணும். நம்மளுடைய அவனுடைய கம்பெனி 318 பேர் கொண்ட கம்பெனி. 318 പേരുള്ള ഒരു കമ്പനിയാണ്. നീ എപ്പോഴും ജോലിയിൽ വ്യാപൃതനായിരിക്കണം. യെസ്, ബിസിനസ്മാൻ. ഒരു ബിസിനസ് മാൻ ആയിരുന്നു. യെസ്, അബ്രഹാം 318 പേർ വേലയാட்கள் വെച്ചിരിക്കാറ്. അബ്രഹാമിന് 318 ജോലിക്കാരുണ്ടായിരുന്നു. യെസ്, பெரிய കമ്പനി. അതൊരു വലിയ കമ്പനിയാണ്. ഐസക് കമ്പനിക്ക് പോ. ഐസക്, നീ കമ്പനിയിലേക്ക് പോ. ഫുൾ എൻഗേജ്ഡ്. അവിടെ എല്ലാ കാര്യങ്ങളും ജോലിയിൽ നീ വ്യാപൃതനായിട്ടിരിക്കുക, ഫ്രീ ആയിട്ടിരിക്കരുത്. 318 പ്ലസ് 1 19. ഐസക് 319 ഒരു ജോലിക്കാരനായിട്ട് നീ അവിടെ ജോലി ചെയ്യ്. യെസ്, വീട്ടു വേലയെല്ലാം മുടിച്ചാച്ചാ ബിസിനസ്ல പോയി ഉட்கார்ந்துட വേണ്ടിയത്. വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞു, എന്നാ പോയി ബിസിനസിന്റെ കാര്യങ്ങളിൽ നീ നോക്ക്. ഐഡിയലാ இருக்காதே. നീ വെറുതെ അവിടെ സമയം ചെലവഴിക്കരുത്. കമ്പനിയിലെ വേലയെ പറഞ്ഞിടേ. നീ കമ്പനിയിലുള്ള ജോലി പോയി നോക്ക്. യെസ്, അബ്രഹാം തന്നോട് പിള്ളേർക്ക് ടീച്ച് പണ്ണാർ. എബ്രഹാം തന്റെ മക്കളെ അത് പഠിപ്പിച്ചു. ഐഡിൽ മൈൻഡിൽ ഡെവിൽസ് വർക്ക്ഷോപ്പ്. വൃഥാവായിരിക്കുന്ന മനസ്സ് അത് പിശാചിന്റെ പണിശാലയാണ്. ഓക്കെ, ഇപ്പൊ 318 പേരോട് കൂടെ ഡേ ടൈമിൽ എന്നാ വർക്കാർ? ബിസിനസ്സിൽ വർക്കാർ. ഇപ്പൊ 318 ജോലിക്കാരോടൊപ്പം പകൽ സമയത്ത് അവര് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജെനസിസ് ചാപ്റ്റർ 24, ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 60 വേഴ്സ് 63. 63-ാമത്തെ വാക്യം. ഒവ്വൊരു വാലിബനും വാസിക്ക വേണ്ടിയ ഒരു വസനം അത്. എല്ലാ ചെറുപ്പക്കാരും വായിക്കേണ്ട ഒരു വാക്യമാണ്. നമ്മളുടെ പിള്ളേർക്ക് നാം இந்த വേഴ്സ് ടീച്ച് பண்ணி കൊടുப்போம். നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം ഈ വാക്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ഡേ ടൈമില് 318 പേരോട് കൂടെ ഡാഡിയുടെ ബിസിനസ്സിൽ എൻഗേജ്ഡ് ആയിരുന്നാർ. പകൽ സമയത്ത് 318 പേരോടൊപ്പം 319 ഡാഡിയോടൊപ്പം അവൻ ജോലിയിൽ വ്യാപൃതനായിരുന്നു. വേഴ്സ് 63 വാസിக்கிறோம். 23-ാമത്തെ വാക്യം. ഈവനിങ് അവേഴ്സ് ആയിடுச்சுனா എங்க இருப்பார் அப்படினா? വൈകുന്നേരത്ത് ഇസ്ഹാക്ക് എവിടെ ഉണ്ടാവും? தியானம் பண்ண ஜெபிக்க தேவனிடத்தில் ஜெபம் பண்றதற்கும் தியானம் பண்றதற்கும் போயிட்டார். ഇതാ വൈകുന്നേരത്ത് ഇസ്ഹാക്ക് ധ്യാനിപ്പാൻ വെളിമ്പ്രദേശത്ത് പോയിരുന്നു. യെസ്, ധ്യാനം പண்றதுக்கு என்ன വസനം இருக்கு? ബൈബിൾ ഏത്? ധ്യാനിക്കാനായിട്ട് ബൈബിൾ ഉണ്ടോ? അപ്പോ നോ ബൈബിൾ. ബൈബിൾ ഇല്ല. അപ്പോ അവർക്ക് എதை ധ്യാനം பண்ணுவார்? അപ്പൊ എന്താണ് ധ്യാനിക്കുക? യെസ്, ഏനോക്കിനുடைய தேவனை தியானம் பண்ணுவார். അത് ഹാനോക്കിന്റെ ദൈവത്തെ അവൻ ധ്യാനിക്കും. നോവാവിനുடைய தேவனை தியானம் பண்ணுவார். നോഹയുടെ ദൈവത്തെ അവൻ ധ്യാനിക്കും. தன் தகப்பனாகிய ஆபிரகாமினுடைய தகப்பன் தேவனை தியானம் பண்ணுவான். അബ്രഹാമിന്റെ ദൈവത്തെ അവൻ ധ്യാനിക്കും. യെസ്, 22வது அதிகாரம் முடிஞ்சு 24வது அதிகாரத்துல இருக்கோம். இப்ப நம்ம ഇപ്പൊ 23-ാം അധ്യായം കഴിഞ്ഞു, 24-ാം അധ്യായത്തിലാണ് നാം. தேவன் மோரியாவுல நடந்த காரியங்கள் எல்லாம் அவருக்கு தெரியும். മോറിയ മലയിൽ നടന്ന കാര്യങ്ങളൊക്കെ അവൻ അറിയാം. യെസ്, தகப்பனோடு கூட மோரியா மலையில் இருக்கும் பொழுது நடந்த சங்கதிகள் எல்லாம் அறிந்தவன். മോറിയ മലയിൽ പിതാവിനോടൊപ്പം പോയപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇവൻ അറിയാം. ഈ സായങ്കാല വേളയിൽ ധ്യാനം பண்ணி கொண்டிருந்தான். അവൻ വൈകുന്നേരം അവിടെ ധ്യാനം ചെയ്തുകൊണ്ടിരുന്നു. അവിടെ ഡാഡി അതെല്ലാം അവനെ പ്രിപ്പയർ பண்ணாரு. തന്റെ ഡാഡി, പിതാവ് അവനെ ഈ കാര്യങ്ങളിലൊക്കെ പരിശീലിപ്പിച്ചിരുന്നു. ജാഗ്രത, ഇവിടത്തില് ദൈവഭയം ഇല്ല. ഈ സ്ഥലത്ത് ദൈവഭയമില്ല, നീ ശ്രദ്ധിക്കണം. ഓപ്പോസിറ്റ് സെക്സോട് കൂടെ ജാഗ്രത, ഡിസ്റ്റൻസ് കീപ്പ് പണ്ണേ. നീ എതിർലിംഗത്തിലുള്ള ആളുകളോട് നീ അകലം പാലിക്കുക, നീ ശ്രദ്ധയോടെ ഇരിക്കണം. ഡേ ടൈം ബിസിനസ്സിലേ, പകൽ സമയമാണെങ്കിൽ നീ ജോലിയിൽ മുഴുകുക. ഈവനിങ് പൊഴുതായിടിച്ചാ ദേവനെ ധ്യാനം പണ്ണേ. വൈകുന്നേരമായാൽ നീ ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുക, ധ്യാനിക്കുക. യെസ്, പിന്നാലെ നാം വാസിக்கிறோம் യാക്കോബിന്റെ ഡോട്ടർ ദീനാളെ കുറിച്ച് നാം വാസിக்கிறோം. പിന്നീട് നാം യാക്കോബിന്റെ മകൾ ദീനയെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഈവനിങ് അവേഴ്സിലെ ഡാഡി ഞാൻ ഫ്രണ്ട്സ് പാക്ക പോറേൻ, ഡാഡി ഫ്രണ്ട്സ് പാക്ക പോറേൻ. വൈകുന്നേരം ഡാഡി ഞാൻ കൂട്ടുകാരികളുടെ അടുത്തേക്ക് പോകുന്നു, ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോകുന്നു. മമ്മി ഞാൻ ഫ്രണ്ട്സ് പാക്ക പോറേൻ. മമ്മി ഞാൻ ഫ്രണ്ട്സിന്റെ അടുക്കിലേക്ക് പോകുന്നു. യെസ്, ദീനാൾ സായന്തര വേളയിൽ ഊരിൽ ഉള്ളതാണ് സ്ത്രീകളെ പാക്ക പോടാൻ. വൈകുന്നേരം അവിടെ ആ ഗ്രാമത്തിലുള്ള സ്ത്രീകളെ കാണുവാനായിട്ട് ദീന ചുറ്റിക്കറങ്ങി നടന്നു. യെസ്, അവളുടെ കാര്യം നമുക്ക് പിന്നെ എന്നാ നടന്നിച്ച് നമുക്ക് தெரியும். ആ ദീനയുടെ കാര്യം എന്തായി എന്ന് നിങ്ങൾക്കറിയാം. ഈസാക്ക് സായങ്കാല വേളയിൽ ധ്യാനം பண்ணி கொண்டிருந்தான் ஊர் சுத்துல. ഈസഹാക്ക് വൈകുന്നേരത്ത് അവിടെ ഗ്രാമം ചുറ്റുവാനല്ല പോയത്, അവൻ ധ്യാനിക്കുവാനായിട്ടാണ് പോയത്. ഇത് എപ്പടി ഇതെല്ലാം ഫാദർ അബ്രഹാം ബോധിച്ചു കൊടുത്താർ പിള്ളേക്ക്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? എബ്രഹാം തന്റെ മകനെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അവൻ ധ്യാനം பண்ணி கொண்டிருந்தான். അവൻ ധ്യാനിച്ചുകൊണ്ടിരുന്നു. അവൻ കൂടാരവാസിയായിരുന്നാൻ. അവൻ കൂടാരവാസിയായിരുന്നു. അവൻ ബലിപീഠങ്ങളെ കട്ടിനാൻ. അവൻ ബലിപീഠങ്ങളെ കെട്ടുന്നവനായിരുന്നു. അവൻ ദേവനെ തൊഴുതു കൊണ്ടിരുന്നവനായിരുന്നാൻ. ദൈവത്തെ വണങ്ങുന്നവനായിരുന്നു. അവൻ തകപ്പൻ തൊഴുതു കൊണ്ടിരുന്നാൽ പിള്ളை സായന്തര വേളയിൽ ധ്യാനം പண்றான். പിതാവ് ദൈവത്തെ വണങ്ങുന്നവനായിരുന്നു. വൈകുന്നേരമായപ്പോൾ ഇതാ മകനും ദൈവത്തെ ധ്യാനിക്കും. യെസ്, പിള്ളേർക്ക് നാം ഒരു ബോധിக்கிறதுக்கு முன்னால നാം ഒന്ന് ഡെമോ பண்ணி കാണിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നാം അവരെ
പഠിപ്പിക്കുന്നതിന് മുമ്പ്, ഉപദേശിക്കുന്നതിന് മുമ്പ് നാം നമ്മുടെ ജീവിതത്തിലൂടെ ഈ കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. Okay, one more thing. Genesis 22 വാസിக்கிறோம். മറ്റൊരു കാര്യം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ എല്ലാമേ അവരുടെ ലൈഫിലേന്ന് ബോധിച്ചു കൊടുത്തതാ എല്ലാമേ. ഈ കാര്യങ്ങളൊക്കെ തന്റെ ജീവിതത്തിൽ നിന്ന് അബ്രഹാം ഇസ്ഹാക്കിനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. Faith ബോധിച്ചു കൊടുത്താർ பாருங்க. വിശ്വാസം താൻ ഉപദേശിച്ചു കൊടുത്തു. ആബ്രഹാം തന്റെ മകൻ ഈസാക്ക് വിശ്വാസത്തെ ബോധിച്ചു കൊടുത്താർ. എബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ വിശ്വാസം പഠിപ്പിച്ചു കൊടുത്തു. Verse 7 വാസിக்கிறோம். 7-ാമത്തെ വാക്യം. டாடி நெருப்பு இருக்கு, ஃபயர்வுட் இருக்கு, ஆட்டுக்குட்டி எங்க டாடி? അപ്പ തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. 7-ാമത്തെ വാക്യം. Where is ஆட்டுக்குட்டி? ஆட்டுக்குட்டி எங்க? ആട്ടിൻകുട്ടി എവിടെ? அப்ப 8ஆம் வசனத்துல வாசிக்கிறோம். 8-ാം വാക്യത്തിൽ എബ്രഹാം എന്താണ് മറുപടി പറയുന്നത്? 22 എന്റെ മകനെ தேவன் பார்த்துக்கொள்வார். ദൈവം നോക്കിക്കൊള്ളും. ആട്ടിൻകുട്ടിയെ ദൈവം തനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ அதெல்லாம் നോക്കിക്കൊള്ളും. மலையில் பார்த்துக்கொள்ளப்படும். അതൊക്കെ മലയിൽ ദൈവം നോക്കിക്കൊള്ളും. அது பிளைன் வேலியில எல்லாம் பார்த்துக்கொள்ளப்படாது, மலையில பார்த்துக்கொள்ளப்படும். താഴ്വരയിൽ നാം ആ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. മലയിൽ ദൈവം നോക്കിക്കൊള്ളും. 3 நாள் இருக்குல்லப்பா, 3 നാൾ കഴിഞ്ഞിട്ടല്ലേ நான் மலைக்கு ஏறிடுவோம். നമുക്ക് മലയിലേക്ക് കയറി പോകാം. அதெல்லாம் கர்த்தர் பார்த்துக்கொள்வார். അതെല്ലാം ദൈവം നോക്കിക്കൊള്ളും. தேவன் ஆயத்தப்படுத்தி வச்சிருக்கிறார். ദൈവം അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. சில சமயங்கள்ல நம்மளுடைய பிள்ளைகள் நம்ம இடத்துல கேட்கக்கூடும். ചില സമയത്ത് നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കും, டாடி സെമസ്റ്റർ ഫീസ് കട്ടறதுக்குன்னு സെമസ്റ്റർ ഫീസ് കട്ടണം டாடி. ഡാഡി സെമസ്റ്ററിന്റെ ഫീസ് കെട്ടാൻ സമയമായല്ലോ, இன்னும் எத்தனை நாள் இருக்கு? ഇനി എത്ര ദിവസം ഉണ്ട്? 3 നാൾ இருக்கு டாடி. 3 നാളുണ്ട്. 3 ദിവസം ഉണ്ട്. 3 നാൾ இருக்கா? 3 ദിവസം ഉണ്ടോ? பிள்ளைகளுக்கு எப்படி இருக்கும்? മക്കൾക്ക് എങ്ങനെയാ തോന്നും? டாடி 3 days தான் இருக்கு. ഡാഡി 3 ദിവസമേ ഉള്ളൂ. நாம சொல்லணும். അപ്പൊ നാം എന്താ പറയേണ്ടത്? இன்னும் 3 days இருக்குப்பா. മോനെ 3 ദിവസം കൂടെ ഉണ്ടല്ലോ. God will take care. ദൈവം നോക്കിക്കൊള്ളും. அதெல்லாம் பயப்படாத. നീ അതൊന്നും പേടിക്കണ്ട. அதெல்லாம் உனக்கு அருளப்படும். அதெல்லாம் அருளப்படும். അതെല്ലാം ദൈവം അത് തക്ക സമയത്ത് നൽകും. பாத்துக்குவாரு. ദൈവം നോക്കിക്കൊള്ളും. எஸ், நம்மளோட பிள்ளைகளுக்கு விசுவாசத்தை போதிச்சு கொடுக்கணும். നമ്മുടെ മക്കൾക്ക് വിശ്വാസത്തെ നാം പഠിപ്പിച്ചു കൊടുക്കണം. அவர்கள் வேலை செஞ்சுட்டு இருக்கிற கம்பெனில எல்லாரும் இப்ப என்ன செய்யலாம் அப்படின்னா வேலையில உள்ள எம்ப்ளாய்மெண்ட் பண்ணப்படுவாங்க. നമ്മുടെ ജോലി, ഒരുപക്ഷെ മക്കൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ മറ്റുള്ള എല്ലാവർക്കും ജോലിയുണ്ട്. ക്യാമ്പസ് ഇന്റർവ്യൂ വരും, സെലക്ട് ആവാங்க. അവർക്ക് പഠിക്കുന്ന സ്ഥലത്ത് അവർക്ക് ക്യാമ്പസ് ഇന്റർവ്യൂ വരുന്നു, അവർക്കൊക്കെ ജോലി കിട്ടുന്നു. அவங்களுடைய ஃப்ரெண்ட்ஸ் எல்லாம் அப்படி அப்படியே உள்ளார அப்படியே கேம்பஸ்ல எல்லாம் அவங்க ஒவ்வொருத்தர் உள்ளார போவாங்க. സുഹൃത്തുക്കളൊക്കെ ഓരോരുത്തരായിട്ട് ക്യാമ്പസ് ഇന്റർവ്യൂ ലഭിക്കുന്നു, അവർക്ക് ജോലി ലഭിക്കുന്നു. அந்த இடத்துல ஒரு பிள்ளைகளுக்கு நம்ம பிள்ளைகளை அட்டெண்ட் பண்ணிட்டு சோர்வாயி ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ടിൽ அப்படி வெளியில வந்துருவாங்க. അവിടെ നമ്മുടെ മക്കൾ 1ാമത്തെ റൗണ്ട് 2ാമത്തെ റൗണ്ട് അറ്റൻഡ് ചെയ്ത് അവർക്ക് ജോലി കിട്ടാതെ മടങ്ങി വരുമ്പോൾ ഒരു സോർവ് ഏർപ്പെടും, അവർക്ക് ഒരു പ്രയാസം ഉണ്ടാവും, വിഷമം ഉണ്ടാവും. വിശ്വാസം ബോധിച്ചു കൊടുക്കണം. ഉടനെ നാം അവർക്ക് വിശ്വാസം അവരോടൊപ്പം വിശ്വാസം പങ്കുവെക്കണം. God will take care. നീ പേടിക്കേണ്ട, ദൈവം കാര്യങ്ങൾ നോക്കി. ഉനക്കാ ദൈവം ഒന്നു ആയത്തപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ദൈവം നിനക്കായിട്ട് ഒരു കാര്യത്തെ ഒരുക്കിയിട്ടുണ്ട്. പോവാതെ, നീ നിരാശപ്പെടാതെ. ഓക്കെ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് മാത്രമല്ല, മാരേജ് കാര്യങ്ങൾ വരുമ്പോഴത്, ജോലിയുടെ കാര്യം മാത്രമല്ല, വിവാഹത്തിന്റെ കാര്യം വരുമ്പോൾ എനിക്ക് വയസ്സായിട്ടേ ഇருக்கு, എനിക്ക് പ്രായമായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും എല്ലാ മാരേജ് സെക്ഷനുള്ള പിള്ളേരെല്ലാം മാരേജ് ആവുறாங்க. ഇത് സഭയിലുള്ള മറ്റെല്ലാവർക്കും വിവാഹമായിക്കൊണ്ടിരിക്കുന്നു. 28 ആയിடுச்சு, എനിക്ക് now 30 ആയിடுச்சு, 31 ആയിடுச்சு, വയസ്സായിடுச்சு, എനിക്ക് 28 എനിക്ക് 30 31 എനിക്ക് വയസ്സായി. ഓക്കെ, കവലപ്പെടാതെ, God will take care. നീ വിഷമിക്കാതെ, ദൈവം കാര്യം നോക്കിക്കൊള്ളും. தேவன் ஆயத்தப்படுத்தி வச்சிருக்கார். ദൈവം കാര്യങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. தேவனிடத்தில் அன்பு கூறுகிறவர்களுக்கு தேவன் ஆயத்தப்படுத்தினவைகளை நம்முடைய கண் காணவில்லை. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം മുൻ നിയമിച്ചിരിക്കുന്നത്, ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കണ്ണ് കണ്ടിട്ടില്ല. യെസ്, പിള്ളേർക്ക് നാം we have to teach. നമ്മുടെ കുഞ്ഞുങ്ങളെ നാം അത് പഠിപ്പിക്കണം. നാം വിശ്വാസത്തെ നാം ബോധിച്ചു കൊടുക്കണം. നാം വിശ്വാസം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. യെസ്, one more thing. മറ്റൊരു കാര്യം, Hebrews chapter 11. എബ്രായ ലേഖനം 11-ാം അധ്യായം. ഇത് എല്ലാം അബ്രഹാം തന്റെ പിള്ളേർക്ക് ബോധിച്ചു കൊടുത്തത്. ഇതെല്ലാം അബ്രഹാം തന്റെ മക്കൾക്ക് അവൻ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളാണ്. 11-ാം അധികാരം, എബ്രായ ലേഖനം 11-ാം അധ്യായം. അവൻ സെൽവ സീമാൻ, അവൻ വളരെ ധനസമൃദ്ധിയുള്ളവനായിരുന്നു. സെൽവ സീമാൻ, അവന് ധനം സമ്പത്ത് ധാരാളമുള്ളവനായിരുന്നു. അവന്റെ ആട്ടുമന്തകൾ തിരളായിരുന്നത്, അവനുണ്ടായിരുന്ന മൃഗസമ്പത്ത് വളരെ അധികമായിരുന്നു. വെള്ളിയും പൊണ്ണും അവനിടത്തിൽ ഉണ്ട്. വെള്ളിയും പൊന്നും അവനുണ്ടായിരുന്നു. 318 പേർ കൊണ്ട കമ്പനി അവന്റെ ഇരുந்துச்சு. 318 പേര് ജോലി ചെയ്യുന്ന ഒരു കമ്പനി തനിക്കുണ്ടായിരുന്നു. ഐസക് കേട്ടുപ്പാർ ഡാഡിയുടെ. ഇസാക്ക് ഡാഡിയോട് ചോദിച്ചിട്ടുണ്ടാവും, ഡാഡി, ഏൻ ഡാഡി നമ്മ വീട് കെട്ടக்கூடாது? ഡാഡി, നമുക്ക് ഒരു വീട് കെട്ടിയാൽ എന്താ, വീടുണ്ടാക്കിയാൽ എന്താ? കേട്ടിരുപ്പാർ.
ചോദിച്ചിട്ടുണ്ടോ? எங்க போனாலும் ஒரு கூடாரத்தை மட்டும் போட்டுக்கிறீங்க டாடி. പോകുന്ന എല്ലായിടത്തും ഒരു കൂടാരം ഉണ്ടാക്കിയിട്ടാണല്ലോ പോകുന്നത്. ഒരു വീട് കെട്ടിയാൽ എന്താ? நம்ம വീട് കെട്ടலாமே. നമുക്ക് വീട് കെട്ടിയാൽ എന്താ? அப்ப போதிச்சு கொடுத்தாரு பாருங்க. ഉടനെ ഡാഡി അവനോട് പറഞ്ഞു കൊടുത്തു. இதோ இங்க வாசிக்கிறோம் பாருங்க. ഇവിടെ നോക്കുക, ഇവിടെ നാം വായിക്കുന്നു. വേഴ്സ് 9 லேந்து വാസിக்கிறோம். 9 മുതലുള്ള വാക്യങ്ങൾ. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്നു. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമുള്ള അതുമായ നഗരത്തിനായി കാത്തിരുന്നു. വേഴ്സ് 13 13-ാമത്തെ വാക്യം. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. വേഴ്സ് 16 വാസിக்கிறோம். 16-ാമത്തെ വാക്യം. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. മേന്മயான പരമദേശത്തെ അവർ വിരുമ്പിനാர்கள். അവർ സ്വർഗീയമായതിനെ അധികം നല്ലതിനെ കാംക്ഷിച്ചിരുന്നു. പ്രിയമാനവர்களே, നാം ഭൂമിയിൽ ഐശ്വര്യം കൊണ്ടിരിക്കലാമെന്ന് കേട്ടാ ഐശ്വര്യം കൊണ്ടിരിക്കലാം. പ്രിയമുള്ളവരെ, നമുക്ക് ഭൂമിയിൽ സമ്പത്ത് ചിലപ്പോൾ ഉണ്ടായേക്കാം. അബ്രഹാം സമ്പത്തുകളെ സെൽവത്തെ കൊണ്ടിരുന്നാൻ. എബ്രഹാമിന് സമ്പത്ത് ഉണ്ടായിരുന്നു. ആനാൽ അവനുடைய நாம் நாடி போகிறது எங்க அப்படின்னு ஒரு பரம தரிசனம் உடையவனாயிருந்தான் அவன். എന്നാൽ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു ദർശനം എബ്രഹാമിനുണ്ടായിരുന്നു. அந்த விஷன், அந்த பரம தரிசனத்தை தாம் பிள்ளைக்கு அவன் கொடுத்தான், ஈசாக்கு கொடுத்தான். തനിക്ക് ലഭിച്ച ആ സ്വർഗീയ ദർശനം തന്റെ മകനായ ഇസ്ഹാക്കിന് അവൻ അത് കൈമാറി. ஈசாக்கு அப்படியே யாக்கோபு கொடுத்தான். ഇസ്ഹാക്ക് അത് യാക്കോബിന് കൈമാറി. അവരെല്ലാം இந்த பூமியில പരദേശികൾ என்று അന്യர்களுം என்று തങ്ങളെ അറിക്കയിട്ടാர்கள். അവര് ഈ ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമാണ് എന്ന് ഏറ്റുപറഞ്ഞു. ഇത് നമുക്ക് നിലயான നഗരം നമുക്ക് ഇങ്ങ ഇല്ല. ഇവിടെ നമുക്ക് ഒരു നിലനിൽക്കുന്ന നഗരമില്ല എന്ന് അവർ ദൂരത്തിലെ അവകളെ കണ്ട് നമ്പി അണൈത്തു കൊണ്ടാர்கள். അവർ ദൂരെ നിന്ന് അത് കണ്ട് അവർ മുമ്പോട്ട് പോയി. அதனாலதான் அவர்களால் என்ன செய்ய முடியல அப்படின்னா, அது அப்ரஹாமா இருக்கட்டும் இல்ல ஈசாக்கா இருக்கட்டும், അവിടെ ഇബ്രാഹിം ആകട്ടെ ഇസ്ഹാക്ക് ആകട്ടെ, யார் அவங்கள்ட்ட வாக்குவாதம் பண்ணாலும் சரி, ஓகே, அவங்கள்ட்ட வாக்குவாதம் கிடையாது, எடுத்துக்க வேண்டியதான். ആര് അവരോട് വാഗ്വാദത്തിന് വന്നാലും അവര് വാഗ്വാദത്തിന് തിരിച്ച് വാഗ്വാദം ചെയ്യാതെ, ഓക്കെ, നിങ്ങൾക്കിത് വേണോ, നിങ്ങൾ എടുത്തോ. அப்ரஹாம் ஈசா லோத்துக்கிட்டு வரும்பொழுது அப்படியே விட்டுட்டார். എബ്രഹാം അവിടെ ലോത്തിന്റെ കേസിൽ വന്നപ്പോ ലോത്തിന് അങ്ങ് വിട്ടുകൊടുത്തു. ஒரு பிசினஸ் பார்ட்டிஷன் மாதிரி, അതൊരു ബിസിനസ് പാർട്ടീഷൻ ചെയ്ത പോലെയാണ്. ஒரு சொத்துல பிரிவினை நடக்கிற மாதிரி, അല്ലെങ്കിൽ സ്വത്തിന് അവിടെ വിഭാഗം ചെയ്യുന്നു. கொஞ்ச நாட்கள் கழிச்சு ஒரு சிறு பிராயம் கழித்து ஒரு வாலிப வயசுல சாராள்கிட்ட கேட்டிருப்பார், ஐசக் கேட்டிருப்பார். ഒരുപക്ഷെ താൻ വളർന്ന് തന്റെ ചെറുപ്പത്തിൽ സാറായോട് ഐസക്ക് ചോദിച്ചിട്ടുണ്ടാവും, ഇസ്ഹാക്ക് ചോദിച്ചിട്ടുണ്ടാവും. சாராள் மூலமாய் தன்னுடைய காரியம் லோத்தினுடைய காரியத்தெல்லாம் அவர் அறிஞ்சிருந்திருப்பார். സാറായിൽ നിന്ന് അങ്കിൾ ലോത്തിന്റെ കാര്യങ്ങളൊക്കെ ഇസ്ഹാക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. அவருக்கெல்லாம் தெரிஞ்சிருக்கும் பின்னால எப்படிலாம் அங்கிள் எப்படி எல்லாம் சுதந்திரித்து கொண்டார், எடுத்துக்கொண்டாருங்கிறதெல்லாம் தெரிய வரும். ലോത്ത് അങ്കിൾ എങ്ങനെയാണ് ഈ നീരുള്ള ദേശമൊക്കെ താൻ എടുത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ സാറായിൽ നിന്ന് ഇസ്ഹാക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. அப்ப டாடி அவர் பார்த்திருப்பார், டாடி எல்லாத்தையும் விட்டுட்டாரு, எல்லாத்தையும். അപ്പൊ ഡാഡി ഇതൊക്കെ വിട്ടുകൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കി. டாடி எதமா எடுத்துக்கிட்டாரு, டாடி எதெல்லாம் எடுத்துக்கிட்டாங்க, ഡാഡി എന്താ എടുത്തത്, அங்கிள் எதை எடுத்துக்கிட்டாங்க, അങ്കിൾ എന്താണ് എടുത്തത്, லோத் அங்கிள் எதை எடுத்துக்கிட்டாங்க, ലോത്ത് അങ്കിൾ എന്തൊക്കെയാ എടുത്തത്. தபார் இப்படி எல்லாம் இருக்கு பத்தியா, இதெல்லாம் லோத் அங்கிள் எடுத்துக்கிட்டது. നീ നോക്ക്, ഇതൊക്കെ ലോത്ത് അങ്കിൾ എടുത്ത സ്ഥലങ്ങളാണ്. இது இந்த வறண்ட இடம், ഈ വരണ്ട സ്ഥലമോ டாடி, ഇത് ഡാഡി എടുത്ത സ്ഥലം. இதெல்லாம் டாடியை பார்த்துக்கிட்டாரு இப்படி. അപ്പോ ഉടനെ ഇസ്ഹാക്ക് ഒന്ന് ഡാഡിയെ നോക്കിയിട്ടുണ്ടാവും. வழக்காடுதல் கிடையாது, வாக்குவாதம் கிடையாது, അവിടെ വഴക്കില്ല, சண்டை கிடையாது, ശണ്ടയും വഴക്കുമില്ല, വാഗ്വാദമില്ല. சோ இப்படிதான் பின்னால ஈசாக்கினுடைய லைஃபும் அப்படிதான் இருந்துச்சு. ഇസ്ഹാക്കിന്റെ ജീവിതവും അങ്ങനെയായിരുന്നു അതിനെ തുടർന്ന്. சோ அருமையானவர்களே, இதெல்லாம் எப்படி ஆபிரகாம் தன்னுடைய பிள்ளைக்கு எப்படி காண்பிச்சார் அப்படின்னா, தன்னுடைய லைஃப்ல இருந்து காண்பிச்சார். എബ്രഹാം എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്റെ മകന് പഠിപ്പിച്ചു കൊടുത്തത്, തന്റെ ജീവിതത്തിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. വിശ്വാസത്തെ ബോധിച്ചു കൊടുത്താർ, വിശ്വാസം അവന് കൈമാറി. ദൈവഭയത്തെ ബോധിച്ചു കൊടുത്താർ, ദൈവഭയം അവനെ ഉപദേശിച്ചു. ஆப்போசிட் செக்ஸுக்கு விலகி இருக்கும்படிக்கு போதிச்சு கொடுத்தார். എതിർ ലിംഗത്തിൽ നിന്ന് നീ മാറിയിരിക്കണമെന്ന് അവനെ പഠിപ്പിച്ചു. മുതിയവர்களை கனம் பண்றதை போதிச்சு கொடுத்தார். മുതിർന്നവരെ നീ ബഹുമാനിക്കണമെന്ന് അവനെ പഠിപ്പിച്ചു. പണ വിഷയത്തിൽ റൈച്ചിയஸா இருக்கிறத குறித்து போதிச்சு கொடுத்தார். പണത്തിന്റെ കാര്യത്തിൽ നീ വിശ്വസ്തനായിരിക്കണം എന്നുള്ള കാര്യത്തിൽ അവനെ പഠിപ്പിച്ചു. ഒരു പരമ ദർശനത്തെ അവർ ബോധിച്ചു കൊടുത്താർ. ഒരു സ്വർഗീയ ദർശനമുള്ളവനായി നീ ജീവിക്കണമെന്ന് അവനെ പഠിപ്പിച്ചു. இப்படிப்பட்ட பேரண்ட்ஸ் ஆய் நாம் நம்மளுடைய பிள்ளைகளுக்கு நாம் நம்மளுடைய வாழ்க்கையிலிருந்து எக்ஸாம்பிள் நாம் காண்பிக்கணும். പ്രിയമുള്ളവരെ,
നമുക്ക് ഇങ്ങനെയുള്ള മാതാപിതാക്കളായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മക്കൾക്ക് ഒരു ഉദാഹരണം മാതൃക കാണിക്കുന്നവരായിരിക്കണം. கடைசியா ஒரு காரியத்தை சொல்லி நான் முடிக்க விரும்புகிறேன். അവസാനമായിട്ട് ഒരു കാര്യവും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. இன்னைக்கு இருக்கக்கூடிய நாட்களில் நம்மளுடைய பிள்ளைகள் வெளியில மோசம் போயிடக்கூடாது. ഇന്ന് നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ അവർ നഷ്ടപ്പെട്ടു പോകരുത്. கடைசியா இந்த வார்த்தை சொல்றோம். எசேக்கியேல் ഞാൻ അവസാനമായിട്ട് ഈ ഒരു വാക്യം ഞാൻ വായിക്കാം. എഹെസ്കേൽ 16 அதிகாரம். എഹെസ്കേൽ 16 അധ്യായം. நாம் உலகத்துக்கு நம்மளுடைய பிள்ளைகளை நாம் இரையாக்கிடக்கூடாது. ഈ ലോകത്തിന് നമ്മുടെ മക്കൾ ഒരു ഇരയായി തീരരുത്. இஸ்ரவேலை குறித்து கர்த்தருடைய சார்ஜஸ் என்னவா இருந்தது என்றால், ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ ആ രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ ഇതൊക്കെയായിരുന്നു. ஃபர்ஸ்ட் வேர்ஸ் 17 வாசிக்கிறோம். നമുക്ക് ആദ്യം 17ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. நான் உனக்கு கொடுத்த என் பொன் என் வெள்ளிய அதோடு நீ வேசித்தனம் பண்றேன்னு சொல்றாரு. ഞാൻ നിനക്ക് തന്ന പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളെ നീ എടുത്ത് പുരുഷരൂപങ്ങളെ ഉണ്ടാക്കി അവയോട് പരസംഗം ചെയ്തു. ഓക്കെ, വേഴ്സ് 18 18ാമത്തെ വാക്യം. നീ വിചിത്ര വസ്ത്രങ്ങളെ എടുത്ത് അവയെ പുതപ്പിച്ചു, എന്റെ എണ്ണയും കുന്തിരിക്കവും അവയുടെ മുമ്പിൽ വെച്ചു. ഓക്കെ, അടുത്ത് ഞാൻ വാസിക്കാം. വേഴ്സ് 19 വാസിക്കാം. 19. ഞാൻ നിനക്ക് ആഹാരമായി തന്ന പോഷണത്തിനുള്ള നേരിയ മാവും എണ്ണയും തേനും നീ അവയുടെ മുമ്പിൽ സൗരഭ്യവാസനയായി നിവേദിച്ചു. ഏതെല്ലാം പാരുങ്ങ. എന്തൊക്കെയാണെന്ന് നോക്കുക. പൊൻ, വെള്ളി, പൊന്ന്, വെള്ളി, കീഴെ എണ്ണ, ധൂപവർഗം, ചിത്ര തയ്യലാടികൾ, എണ്ണ, അവിടെ ധൂപവർഗം, കുതിരുക്കം, ചിത്ര തയ്യലുള്ള വസ്ത്രങ്ങൾ, അപ്പുറം അപ്പം, മാവ്, നെയ്, തേൻ, അവിടെ അപ്പം, മാവ്, നെയ്യ്, തേൻ, എല്ലാവற்றையும் നീ അവയ്ക്ക് പടയ്ത്തായി. എല്ലാം നീ അവയുടെ മുമ്പാകെ അവയ്ക്ക് മുമ്പിൽ സൗരഭ്യവാസനയായി നിവേദിച്ചു. വേഴ്സ് 20 വാസിக்கிறோம். 20ാം വാക്യം. நீ எனக்கு பெற்ற உன் குமாரரையும் உன் குமாரத்திகளையும் கூட எடுத்து அவைகளுக்கு இரையாக நீ பலியிட்டாய். നീ എനിക്ക് പ്രസവിച്ച നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും നീ എടുത്ത് അവയ്ക്ക് ഭോജന ബലിയായി അർപ്പിച്ചു. അരുമയാனவர்களே, நம்மளுடைய பிள்ளைகளை நாம் உலகத்துக்கு நாம் இரையாக்கிட வேண்டாம். പ്രിയമുള്ളവരെ, നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ലോകത്തിന് ഒരു ബലിയായി അർപ്പിക്കരുത്. பொன், பொருள், வெள்ளி, பொருட்கள், ட்ரெஸ், சாப்பாடு സകലத்தையும் உலகத்துக்கு கொடுத்தாச்சு. ഇന്ന് പൊന്നും വെള്ളിയും ഭക്ഷണവും ഇതൊക്കെ ഇന്ന് ലോകം നൽകുന്നു. ஓகே, நீ எனக்கு பெற்ற உன் குமாரையும் உன் குமாரத்திகளையும் எடுத்து அவைகளுக்கு இரையாக நீ பலியிட்டாய். ഇന്ന് നീ എനിക്ക് പ്രസവിച്ച നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും എടുത്ത് ഈ ലോകത്തിന് നീ ബലിയായി അർപ്പിച്ചു. இந்த உலகத்தினுடைய ஸ்டைலுக்கு பிள்ளைகளை வளர்க்கறது, உலகத்தினுடைய போக்குக்கு வளர்க்கறது. ഇന്ന് ഉലകത്തിന്റെ ആ രീതിക്ക് അനുസരിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുക. പ്രിയമാനവர்களே, നാം പഴമകളെ നാം വിട്ടുവിട വേണ്ടാം. പ്രിയമുള്ളവരെ, പഴയ കാര്യങ്ങളെ നാം വിട്ടുകളയരുത്. നാം ദൈവഭക്തി ഉള്ള പിള്ളേകൾ ഇപ്പോഴേ നാം എഴുമ്പട്ടോ. നമുക്ക് ദൈവഭക്തിയുള്ള കുഞ്ഞുങ്ങൾ ഇപ്പോഴേ അവർ വളർന്നു വരട്ടെ. உலகத்துல இன்னைக்கு பிள்ளைகள் உலகத்தில் உள்ள பிள்ளைகள் எல்லாம் நீங்க பாக்குறாங்க, வே ஆஃப் ட்ரெஸ்ஸிங்க பாக்குறாங்க. ഇന്ന് ലോകത്തിലുള്ള കുഞ്ഞുങ്ങൾ അവരുടെ വസ്ത്രധാരണം ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ നോക്കുന്നു. അതെല്ലാം നമ്മളുடைய കുടുംബத்துக்கு நம்மளுடைய பிள்ளைகள்ட்ட வந்துட വേണ്ട. അതെല്ലാം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അതെല്ലാം മാതൃകയാക്കേണ്ട ആവശ്യമില്ല. ഒരു സർട്ടൻ സ്റ്റേജിൽ அப்படியே പിള്ളേകൾ ഒരു റീസെന്റാ ഒരു കാര്യം നടന്നത്. വളരെ അടുത്തിടെ നടന്ന ഒരു സംഭവം ഞാൻ പറയാം. ഒരു ഗേൾ ഒരു പയ്യനെ ഒരു ഗേൾ പാக்குறான். ഒരു പയ്യനെ ഒരു പെൺകുട്ടി കണ്ടു. நான் அந்த பையனை இந்த பையனுக்கு, இந்த சர்ச்சில் உள்ள பையனுக்கு இந்த சர்ச்சில் உள்ள பெண் அப்படின்னு சொல்லிட்டு ஒரு ப்ரொபோசல் கொண்டு போய் கொடுக்குறேன், ப்ரொஃபைல கொடுக்குறேன். ഞാൻ ഒരു സഭയിലുള്ള ഒരു യുവാവിന് മറ്റൊരു സഭയിലുള്ള ഒരു യുവതി ആ യുവതിയുടെ പ്രപ്പോസൽ ആ ചെറുപ്പക്കാരനെ കൊടുക്കുകയാണ്. நான் காட்லி கேர்ள் அப்படின்னு நினைச்சிருந்தேன். ഇതൊരു ദൈവഭക്തിയുള്ള പെൺകുട്ടിയാണ് എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. கடைசியில அந்த சர்ச்சினுடைய எல்டர் என்கிட்ட பேசினார். அந்த கேர்ளை குறித்ததான சர்ச் எல்டர் என்கிட்ட பேசினார். അതിനെ പിന്നീട് ആ സഭയിലുള്ള മൂപ്പൻ ഈ പെൺകുട്ടിയെ കുറിച്ച് എന്നോട് സംസാരിച്ചു. ஆனா அந்த பையனுக்கே அந்த இந்த ப்ரொபோசல் காரியம் எதுக்குமே தெரியாது. எல்டர்ஸ் ஒரு சில எல்டர்ஸ்க்கு மட்டும் தான் தெரியும். ചില മൂപ്പന്മാർക്ക് മാത്രമായിരുന്നു ഈ ഒരു പ്രപ്പോസലിന്റെ കാര്യം അവർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അത് കോൺഫിഡൻഷ്യലാ വെച്ചിരുന്ന വിഷയം. അതൊരു രഹസ്യമായി വെച്ച ഒരു കാര്യമായിരുന്നു. കടസിയില ഇപ്പൊ ലാസ്റ്റ് വീക്ക് ഞാൻ കേൾവിപ്പെട്ടെ. കഴിഞ്ഞ ആഴ്ച കേട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ அந்த கேர்ளை குறித்ததான the way of dressing ஒரு இடர்ல உண்டு பண்ணிருக்கு. ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണം അത് ഒരു ഇടർച്ച ഉണ്ടാക്കിയിരിക്കുന്നു. எப்படின்னா இந்த பின்னால இருக்கிறதான இந்த பிளவுஸ் எல்லாம் எப்படின்னா இப்படி எல்லாம் அது இந்த ட்ரெஸ் எல்லாம் எனக்கு தெரியவே மாட்டேங்குது. எனக்கு
ഇപ്പോഴുള്ള വസ്ത്രധാരണമൊന്നും എനിക്ക് അറിയില്ല. എന്തായാലും പുറകിലുള്ള அது தட்ஸ் நாட் பிளவுஸ். அது எல்லாமே என்ன இருக்குன்னா வாரா இருக்கு. அப்படி இல்ல, പുറകിലുള്ള ഡ്രസ് എല്ലാം ഒരു ബ്ലൗസ് അല്ല, അതിങ്ങനെ കള്ളികളായിട്ട് എല്ലാം ഒരു ഡ്രസ് പോലെയല്ല. அதாவது சர்ச்சுக்குன்னு ஒரு Dress, வெளியில போனா ஒரு Dress. സഭയിൽ ഒരു വസ്ത്രധാരണം രീതി, പുറത്തു പോകുമ്പോൾ വേറൊരു തരത്തിലുള്ള വസ്ത്രധാരണം. ഇവ എங்கேயோ ഒരു പ്രോഗ്രാം ഏതോ പോയിട്ട് ചർച്ചിക്ക് அப்படியே வந்துட்டா. എവിടെയോ ഒരു പ്രോഗ്രാമിന് പോയി, അത് അറിയാതെ അത് കഴിഞ്ഞിട്ട് നേരെ സഭയ്ക്ക് ചർച്ചിൽ വരേണ്ട ഒരു ആവശ്യം വന്നു. ഇതാണ് നേരത്തെ சொன்னது, അന്തരംഗமான വെക്കமான കാര്യങ്ങൾ മുക്കാട് പോട്ടുகிறதெல்லாம். ഇതെല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മുഖം മൂടി അണിഞ്ഞ് അന്തരംഗത്തിൽ എന്നാൽ രഹസ്യമായ ലജ്ജാകരമായ കാര്യങ്ങൾ. അതായത് ചർച്ചിന് വന്ന ഒരു ഹോളി ഡ്രസ് ഒന്ന്, മീറ്റിങ്ങിന് സഭയിൽ വരുമ്പോൾ ഒരു വിശുദ്ധിയുടെ ഒരു മൂടുപടം. அதனால காலேஜ் மற்ற வெளியில ஃப்ரெண்ட்ஸ் மற்ற ஒரு உறவினர்கள் ரிலேட்டிவ்ஸ் ஃபங்க்ஷன்ஸ்க்குலாம் போகணும்னா அப்படி ஃப்ளைங். എന്നാൽ അവിടെ കോളേജ് ഫങ്ഷൻസ്, ബന്ധുക്കൾ, അവരുടെ ഇടയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പറക്കുന്ന വസ്ത്രമാണ്. അപ്പൊ ഇത് എപ്പോഴേ தெரிய வந்துருச்சு. ഇതെങ്ങനെയോ ഇവർക്ക് മനസ്സിലായി. என்கிட்ட சொன்ன பையன், அந்த கான்ஃபிடென்ஷியலா சொன்ன பையன், பிரதர் எவ்வளவு பூரா இருந்தாலும் சரி காட்லி கேர்ள் எனக்கு வேணுங்கிறார். അപ്പൊ ഉടനെ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, സഹോദര, എത്ര പാവപ്പെട്ട പെൺകുട്ടിയാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഒരു ദൈവഭക്തിയുള്ള പെൺകുട്ടിയെ മതി. இப்ப அந்த தேவ பக்தி இப்ப எப்படி இருக்கு, இப்ப எப்படி வருதுன்னா எதுல வெளியரங்கமாகுது அப்படின்னா சியோன் குமாரத்தினுடைய ஃபில்த் எதுல வெளிப்படுது அப்படின்னா ட்ரெஸ்ல வெளிப்படுது. ഇപ്പോൾ സിയോൻ കുമാരത്തിയുടെ ആ ഒരു അഴുക്ക് അത് അവളുടെ വസ്ത്രത്തിലൂടെ പുറത്തു വരികയാണ്. യെശയ്യാ 3:16 വാസിக்கிறோம். നമുക്ക് യാതൊരു தெரிந்த വശം தான், നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. യെശയ്യാവ് 3:16 നമുക്ക് ആ കാര്യം കാണുന്നല്ലോ. ഇതെല്ലാം ഉലകത്തിലുള്ള കുമാരത്തികളുടെ കാര്യങ്ങൾ, இந்த filth എല്ലാം, ഇതെല്ലാം ലോകത്തിലുള്ള ആളുകളുടെ കാര്യങ്ങളാണ്. ഈ തരത്തിലുള്ള അഴുക്കെല്ലാം യെശയ്യാ ദീർഘദർശിയുടെ കാലത്തിൽ സിയോൻ കുമാരത്തികൾക്കുള്ളേ அந்த അഴുക്ക് വന്നിരുச்சு. യെശയ്യാ പ്രവാചകന്റെ കാലഘട്ടത്തിൽ സിയോൻ പുത്രിമാരുടെ ഇടയിലും ആ ഒരു അഴുക്ക് ഉണ്ടായിരുന്നു. അതിലെ ഡ്രസ്സിംഗില്, അത് വസ്ത്രധാരണത്തിൽ ഉണ്ടായിരുന്നു. ഇല്ല വിനോദ വസ്ത്രങ്ങളിനാൽ, അവര് വളരെ വിനോദ വസ്ത്രങ്ങൾ. ഇതെല്ലാം കിടയാതെ, ഇതെല്ലാം സ്ലീവ്ലെസ് അല്ല. ഇതെല്ലാം കൈയുടെ ഇവിടെ താഴോട്ടൊന്നും വസ്ത്രമില്ല, എല്ലാം സ്ലീവ്ലെസ് ആണ്. എല്ലാം ടൈറ്റ് അല്ല, എല്ലാം വളരെ ടൈറ്റ് ആണ്. എല്ലാം ട്രാൻസ്പെറൻஸா இருக்கிறது, എല്ലാം സുതാര്യമാണ്. അരുമയാனவர்களே, சிறு പ്രായത്തില് നമ്മൾ ട്രെയിൻ பண்ணிடுறோம் ഇത് மாதிரி കൊടുത്ത്. പ്രിയമുള്ളവരെ, ചെറിയ പ്രായം മുതൽ നാം ശരിയായ രീതിയിലുള്ള വസ്ത്രം കൊടുത്ത് അവരെ വസ്ത്രധാരണം പഠിപ്പിക്കണം. ഞാൻ റീസെന്റാ ഒരു കാര്യത്തെ ഞാൻ കേൾവിപ്പെട്ടேன். ഞാൻ അടുത്തിടെ ഒരു കാര്യം ഞാൻ കേട്ടു. മുസ്ലിംസ് ഒരു ഷോപ്പ് ഇരിക്കാം. മുസ്ലിങ്ങൾക്ക് ഒരു കടയുണ്ട്. നമ്മളെ ഷേം பண்றான் അവൻ. ആ മുസ്ലിങ്ങൾ നമ്മെ വെല്ലുവിളിക്കുന്നു, നമ്മെ ലജ്ജിപ്പിക്കുന്നു. ഇതുപോലെയുള്ള ഫുൾ കവർ ഡ്രസ് വാങ്ങണമെന്ന് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം മുസ്ലിം ഷോപ്പ് சொல்லிட்டு ഒരു അഡ്രസ് കൊടുത്തിருக்காங்க എനിക്ക്. അവിടെ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ കൈയും ഒക്കെ കവർ ചെയ്യുന്ന നല്ല രീതിയിലുള്ള വസ്ത്രം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് അതിനുവേണ്ടി ഒക്കെയുള്ള അങ്ങനത്തെ വസ്ത്രങ്ങൾ ഉള്ള ഒരു മുസ്ലിം കടയുണ്ട്. എനിക്കൊരു അഡ്രസ്സും തന്നു. ആശ്ചര്യമാർക്ക് പാരുங்க. അതൊരു അത്ഭുതമായിരിക്കും. ഒരു ഹീതൻ, ഒരു വിജാതിയൻ, അവൻ തന്റെ ഡ്രസ് എപ്പടി പോട്ടുക്കണം അവനക്ക് தெரிஞ்சிருக்கு. അവന് എങ്ങനെയാണ് മാന്യമായ രീതിയിൽ വസ്ത്രധാരണം ചെയ്യേണ്ടതെന്ന് അവനറിയാം. ക്രിസ്ത്യൻസ്ക്ക് தெரியல, എന്നാൽ ക്രിസ്ത്യാനികൾക്ക് അത് അറിയില്ല. വേൾഡ് ഫോളോ പண்றோம். നാം ലോകത്തെ ആണ് മാതൃകയാക്കുന്നത്. இப்ப சிறு பிள்ளைகளே எதுக்கு உன்னை ഇരയാக കൊടുത്തായി, നീ ഇരയാக കൊടുത്തിട്ട, ഉലകത്തിക്ക് ഇരയാக കൊടുത്തിട്ട. ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിനെ ഈ ലോകത്തിന് ഒരു ഇരയായിട്ട് ആ ബലിപീഠത്തിൽ നിങ്ങൾ അർപ്പിക്കുകയാണ്. அப்ப இப்படியே சிறு பிராயத்துல விட்டதனுடைய விளைவுதான் இன்னைக்கு மேரேஜ்ல ப்ரொபோசல் நிக்கிறப்ப ஒரு பையன் சொல்றான், நோ இந்த கேர்ள் எனக்கு வேண்டாங்கிறான். അപ്പം ചെറിയ പ്രായം മുതൽ ഈ രീതിയിൽ ശീലിപ്പിച്ച് അവരുടെ ആ ലജ്ജാശീലം മാറി ഈ തരത്തിലുള്ള വസ്ത്രം ധരിക്കുമ്പോൾ ഇന്ന് ഒരു പ്രപ്പോസൽ കൊടുക്കുന്ന സമയത്ത് ഒരു യുവാവ് പറയുന്നു, എനിക്ക് അവളെ വേണ്ട, കാരണം അവളുടെ വസ്ത്രധാരണ രീതി ശരിയല്ല. യെസ്, ഐ ആം സ്റ്റാൻഡിംഗ് ഇൻ ദി പുൾപിറ്റ്. ഞാനിവിടെ ഈ ഒരു പുൾപിറ്റിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഐ ആം ഷെയറിംഗ് ദി ട്രൂത്ത്സ്. ഞാൻ ദൈവവചന സത്യങ്ങളെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കൈ തൊട്ടതും പുളങ്ങണതുமான കാര്യങ്ങൾ നിങ്ങളോട് சொல்றேன். ഞാൻ തൊട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ, ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രപ്പോസൽ ഇവിടെ ആയിടിച്ചപ്പ ആ പ്രപ്പോസൽ ഇപ്പോ ഇങ്ങനെയായി. ലീവ് ഇറ്റ്. അത് നമുക്ക് വിട്ടുകളയാം. കാര്യത്തിൽ ஞாபகம் வரும்போது சொல்றேன். ഞാൻ ഓർക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇതിലെ എപ്പോ വിട്ടാച്ച്, ഇതിലെ വിട്ടാച്ച്, ഇതിലെന്തേ വിട്ടാച്ചാൽ, ഇത് എപ്പോഴാണ്
ഈ രീതിയിൽ ഇപ്പോൾ ഒരു യുവതിയായപ്പോൾ ഇങ്ങനെ വസ്ത്രധാരണം ചെയ്തതിന്റെ കാരണം എന്താണ്? കൊച്ചു പ്രായത്തിൽ തന്നെ ഈ രീതിയിൽ ശീലിപ്പിച്ചു. ஆபிரகாம் எப்படி தன் பிள்ளையை வளர்த்தார்? എബ്രഹാം എങ്ങനെയാണ് തന്റെ മക്കളെ വളർത്തിയത്? பிராயத்திலிருந்தே வளர்த்தார். ചെറിയ പ്രായം മുതൽ നല്ല രീതിയിൽ വളർത്തി. ஸ்பிரிச்சுவல் வேல்யூஸ் கொடுத்தார். ആത്മീയ മൂല്യങ്ങളെ കൊടുത്തു. எஸ், இப்படிதான் நம்மளுடைய பிள்ளைகளுக்கு ஸ்பிரிச்சுவல் வேல்யூஸ் நாம கொடுக்கணும். ഇങ്ങനെയാണ് നാം നമ്മുടെ മക്കൾക്ക് ആത്മീയ മൂല്യങ്ങളെ കൊടുക്കേണ്ടത്. எஸ், நம்மளுடைய பிள்ளைகளை நாம் உலகத்துக்கு இரையாக கொடுத்து விட வேண்டாம். പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ഈ ലോകത്തിന് ബലിയായി നമുക്ക് അർപ്പിക്കാതിരിക്കാം. உலகத்தார் நடக்கிறது போல, உலகத்தார் உடுத்துகிறது போல நம்மளுடைய பிள்ளைகளை நாம் உடுத்து வைத்து ഈ ലോകം നടക്കുന്നത് പോലെ, ഈ ലോകം വസ്ത്രധാരണം ചെയ്യുന്നത് പോലെ നമുക്ക് നമ്മുടെ മക്കളെ ആ രീതിയിൽ വസ്ത്രധാരണം ചെയ്യിക്കേണ്ട. ഓക്കെ, ലാസ്റ്റ് വേഴ്സ്, അവസാനമായിട്ടുള്ള ഒരു എബ്രഹാം ആദിയാകമം 18:19. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം എബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. இப்படிதான் நம்மை குறித்து சொல்லப்படணும். ഇങ്ങനെയാണ് നമ്മെക്കുറിച്ചും പറയപ്പെടേണ്ടത്. அவன் எதெல்லாம் சொல்லுவானோ, நீதியையும் நியாயத்தையும் செய்து கர்த்தருடைய வழியை காத்து நடவுங்கள் என்று கட்டளையிடுவான். നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ അവൻ കൽപ്പിക്കും. அதுல ஒரு சில விஷயங்கள் தான் உங்களுக்கு காண்பிச்சேன். അതിലുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. പ്രിയമാനവர்களே, നമ്മുടെ പിള്ളേകളെ നാം ദൈവഭക്തിയിൽ നാം എഴുപ്പോ. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവഭക്തിയിൽ വളർത്താം. ജോമൻ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, പരിശുദ്ധനായ പിതാവേ, നീർ എங்களுக்கு തന്നരുളിന പിള്ളേகளுக்காக ജപിக்கிறோம். അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കുഞ്ഞുങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പഴയ ഉടൻപടിക്കയിൽ வாழ்ந்த ആബ്രഹാം നീതിയെയും ന്യായത്തെയും കർത്തരുടെ വഴിയിൽ കാത്തു നടവുങ്ങൾ എന്ന് சொல்லி കട്ടളയിട്ട് പിള്ളയെ വളർത്താനേ. പഴയ നിയമകാലഘട്ടത്തിൽ ജീവിച്ച എബ്രഹാം നീതിയും ന്യായവും കാക്കണമെന്ന് പറഞ്ഞ് തന്റെ മക്കളോട് കൽപ്പിച്ചതുപോലെ പുതിയ ഉടൻപടിക്കയിൽ ഞങ്ങൾ എவ்வளவு അധികமா இருக்கணும்? കർത്താവെ, പുതിയ നിയമ കാലഘട്ടത്തിൽ അത് എത്ര അധികമായിരിക്കണം. ഞങ്ങളുടെ പിള്ളേകളെ ദൈവഭക്തിയിലെ കർത്തർക്ക് ഭയപ്പെടുന്ന ഭയത്തിൽ ഞങ്ങൾ വളർക്കണം. ഞങ്ങളുടെ മക്കളെ കർത്താവെ ദൈവഭയത്തിൽ അവരെ വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്തരുടെ വഴിയെ കാത്തു നടവുങ്ങൾ എന്ന് ഞങ്ങൾ കട്ടളയിടണമേ. കർത്താവിന്റെ വഴികളിൽ നിങ്ങൾ നടക്കണമെന്ന് അവരോട് കൽപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അവൾ കട്ടളയിടുവதற்கு മുന്നதாக ഞങ്ങളുടെ வாழ்க்கையில நாங்கள் നടക്കണം. കർത്താവെ, ഞങ്ങൾ അവരോട് കൽപ്പിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഈ കാര്യങ്ങൾ കർത്താവെ ഞങ്ങൾ അത് ഏറ്റെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കും. ഉലകത്താൽ കരപെടാതെപടിക്ക് ഞങ്ങളുടെ പിള്ളേകൾ കാക്കപ്പെടട്ടെ. കർത്താവെ, ഈ ലോകത്തിന്റെ കറയേശാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കാക്കപ്പെടട്ടെ. കർത്തർക്ക് ഭയപ്പെടുന്ന ഭയത്തിൽ എഴുമ്പട്ടും, കർത്താവിന്റെ ഭയത്തിൽ, ദൈവത്തെ ഭയപ്പെടുന്ന ഭയം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ. വിശ്വാസത്തിലെ വളരട്ടെ, അവർ വിശ്വാസത്തിൽ വളരട്ടെ. കർത്താവെ, നാമത്തെ മഹിമപ്പെടുത്ത പിള്ളേകൾ കൃപ ചെയ്യുന്നു. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാൻ അങ്ങ് കരുണ. ഉലകവും പിശാചും ഞങ്ങളുടെ പിള്ളേകളെ മേൽക്കൊള്ളാതെപടിക്ക് പിള്ളേർ മേൽ ഇറക്കമായിരിക്കും. കർത്താവെ, ലോകവും പിശാചും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അവർക്ക് ലോകത്തിനും പിശാചിനും അധികാരം ഉണ്ടാകാതെ അങ്ങ് ഞങ്ങളോട് കരുണ തോന്നണമേ. യേശു ക്രിസ്തു നാമത്തിൽ ജപിக்கிறோம் പിതാവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ. ആമേൻ.